പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ-ഹാഖ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ തുടക്കം തന്നെ അൽ-ഹാഖത്തു മൽ-ഹാഖ വമാ അദ്റാക മൽ-ഹാഖ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് അറിയപ്പെടുന്നത് സൂറത്തു അൽ-ഹാഖ എന്നാണ്. എന്താണ് ഈ അൽ-ഹാഖ എന്ന് പറഞ്ഞാൽ? അൽ-ഹാഖ എന്ന് പറഞ്ഞാൽ അത് അന്ത്യ ദിവസം, അന്ത്യനാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്തിന് അന്ത്യമുണ്ടെന്നും ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്നും നിലനിൽപ്പുള്ള ലോകം അത് അള്ളാഹുവിൻ്റെ ആഖിറമാകുന്ന പരലോകമാണ് എന്നും വിശ്വസിക്കുകയും അതനുസരിച്ച് നടക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ പുരുഷന്മാരും മുസ്ലിമാത്തുകളായ സ്ത്രീകളും. പരിശുദ്ധ ഖുർആനിൽ ഈ ലോകത്തിന് അവസാനമുണ്ടെന്നും അന്ത്യമുണ്ടെന്നും പരിചയപ്പെടുത്തുന്ന ധാരാളം സൂറത്തുകളും ആയത്തുകളും ഉണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറയാണ് അൽ-ഹാഖ, അന്ത്യനാള്. മൽ-ഹാഖ, എന്താണ് ഈ അന്ത്യനാള് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയാണ് വമാ അദ്റാക മൽ-ഹാഖ, നബിയെ ഈ അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ടോ മുൻകാലങ്ങളിൽ ജീവിച്ചുപോയ ഒരുപാട് സമൂഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അവർ അല്ലാഹുവിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു തആല നൽകിയ ആരോഗ്യം ഉപയോഗപ്പെടുത്തി അല്ലാഹു തആല നൽകിയ ഭക്ഷണം കഴിച്ച് അല്ലാഹു തആല നൽകിയ ഓക്സിജൻ വായു ശ്വസിച്ച് അല്ലാഹു തആല നൽകിയ വീടുകളിൽ താമസിച്ച് അല്ലാഹു നൽകിയ വാഹനങ്ങളിൽ സഞ്ചരിച്ച്, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിന് പകരം ഏറ്റവും കടപ്പാടുള്ള യജമാനനായ റബ്ബിനെ ധിക്കരിച്ച് അല്ലാഹുവിനെ മറന്ന് ആ റബ്ബിനെ മറന്ന് ജീവിച്ച ആളുകൾ, അവരെ അല്ലാഹു തആല വെറുതെ വിട്ടില്ല. എൻ്റെ സംസാരം ശ്രവിക്കുന്ന യുവാക്കൾ മനസ്സിലാക്കണം, യുവതികൾ മനസ്സിലാക്കണം. പലപ്പോഴും അല്ലാഹു തആലയെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് തമാശക്കാണെങ്കിലും അയാൾ എന്നോട് പറഞ്ഞാണ് ദുനിയാവിൽ അള്ളാഹനെ അനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം? ഇയാൾ നോക്കുമ്പോൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് തന്നെയാണ് അല്ലാഹു തആല എല്ലാ നാശവും ദുനിയാവിൽ വരുത്തുന്നത്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, കണ്ടില്ലേ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായില്ലേ, അവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹിനെ അംഗീകരിച്ച് ജീവിച്ചവരാണല്ലോ. എന്നിട്ടും ഭൂകമ്പം നടന്നത് എവിടെയാണ്? അള്ളാഹുവിനെ അനുസരിച്ച അവർക്കിടയിലാണ്. സുബ്ഹാനല്ലാഹ്. നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞില്ലേ, അള്ളാഹു ഉണ്ടോ, അള്ളാഹു എന്തിനാണ് എന്ന ആ ചോദ്യം ഉന്നയിക്കുന്ന കുട്ടികൾ ഉള്ള കാലമാണ്
ഈ കാലം. സുഹൃത്തുക്കളെ, പഴയ കാലങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിച്ച എത്രയോ സമൂഹം അവർ അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിനെ ധിക്കരിച്ച് അഹങ്കാരികളായി നടന്നപ്പോൾ അല്ലാഹു തആല അവർക്ക് പാഠം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഞങ്ങളെക്കാളൊക്കെ വലിയ വലിയ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കഴിഞ്ഞുപോയി. ഓ വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെക്കാളൊക്കെ നല്ല ആരോഗ്യമുള്ള യുവതികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരും യുവതികളും അവർ അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നതിന് പകരം അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോ അതാത് കാലഘട്ടത്തിൽ അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായ ശിക്ഷ നൽകി പാഠം പഠിപ്പിച്ച് അവരെ നശിപ്പിച്ചതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കദ്ദബത് സമൂദു വആദും ബിൽ ഖാരിഅ. ഖുർആൻ പറഞ്ഞില്ലേ, സമൂദ് ഗോത്രത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആദ് സമൂഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവരിൽ ഉണ്ടായിരുന്ന കുഴപ്പം എന്താണ്? ആ സമൂദ് എന്ന ഗോത്രവും ആദ് സമൂഹവും അവർ അന്ത്യനാളുണ്ടെന്ന് അവരുടെ നബിമാർ വന്ന് പറഞ്ഞപ്പോ അവർ ആ അന്ത്യനാളിനെ കള്ളമാക്കി. അവർ വിശ്വസിച്ചില്ല, അവിശ്വസിച്ചു. ആ സമൂദ് ഗോത്രം എന്ന് പറഞ്ഞാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹമാണ്, ജനതയാണ്. സമൂദ് എന്ന് പറയുന്ന വിഭാഗം ആളുകൾ. ഇതുപോലെ തന്നെ ആദ് സമൂഹം എന്ന് പറഞ്ഞാലോ, ആദ് സമൂഹം എന്ന് പറഞ്ഞാൽ അവർ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ്. അതാത് നബിമാര് അവരോട് വന്ന് ഈ ലോകത്തിന് അന്ത്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ ലോകത്തിന് അന്ത്യമുണ്ടെന്നതിനെ കളവാക്കി, വിശ്വസിച്ചില്ല, അവർ അവിശ്വസിച്ചു. ആ അവിശ്വസിച്ചപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ വെറുതെ വിട്ടില്ല. അല്ലാഹു തആല പാഠം പഠിപ്പിച്ചു. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അൽ ഖാരിഅ, ഖാരിഅ എന്ന് പറഞ്ഞാൽ അന്ത്യം എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുണ്ട്, ചില സൂറത്തുകളുണ്ട്. ആ ആയത്തുകൾ അറിയപ്പെടുന്നത് തന്നെ ഖവാരിഉൽ ഖുർആൻ, ഖവാരിഉൽ ഖുർആൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ ശർറുണ്ടോ, മനുഷ്യന്റെ ശർറുണ്ടോ, ആ ശർറുള്ള ആളുകൾ അത് പാരായണം ചെയ്താൽ പിന്നീട് അവന് മനുഷ്യന്റെ ശർറുണ്ടാകൂല, ജിന്നിന്റെ ശർറുണ്ടാകൂല. ഇതുപോലെ ആര് സിഹിർ ചെയ്താലും സിഹിർ ഏൽക്കൂല, കണ്ണേറ് ബാധിക്കൂല, ഒരു ജിന്നിന്റെയും ശർറുണ്ടാകൂല, ഒരു അസൂയക്കാരന്റെയും ശർറുണ്ടാകൂല, ഒരു ഫിത്നക്കാരന്റെ ശർറുണ്ടാകൂല, ഒരു കുഴപ്പമുണ്ടാക്കുന്നവരെ ശർറുണ്ടാകൂല, ഒരു വൈരാഗ്യം വെച്ച് നടക്കുന്നവന്റെ ശർറുമുണ്ടാകൂല. അങ്ങനെയുള്ള ചില ആയത്തുകൾ, ആ ആയത്തുകൾ അറിയപ്പെടുന്നത് തന്നെ ഖവാരിഉൽ ഖുർആൻ എന്നാണ്. ആ ആയത്തുകളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ പാരായണം ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആയത്തുൽ കുർസി അത് ഖവാരിഉൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്താണ്. ആയത്തുൽ കുർസി എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ ഓതിയിട്ട് കിടന്നുറങ്ങണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ പറയും, ആമീനും പറയും, കയ്യും പിടിക്കും, മുത്താനും മുത്തും, മുഖവും തടവും ഒക്കെ ശരിയാണ്. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ വെറുതെ പറയാം. പക്ഷെ ഈ വേല കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ ആയത്തുൽ വേലിന് വന്ന ഉസ്താദ് പറഞ്ഞ ആയത്തുൽ കുർസി ഓതണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ആമീൻ പറഞ്ഞു, കയ്യും പിടിച്ച്
ആമീൻ പറയുന്ന കോലം കാണുമ്പോൾ മൊയിലാർ ചിന്തിക്കണോ, അല്ല ഇവർ ഒരു ആയത്തുൽ കുർസി അല്ല 11 ആയത്തുൽ കുർസി ഒന്നിച്ചു ഓതും. പക്ഷേ വാള് കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങുമ്പോൾ പഴയതുപോലെ തന്നെ ഇന്നലെയും ഓതിയിട്ടില്ല, മിഞ്ഞാനും ഓതിയിട്ടില്ല, ഇന്നും ഓതിയിട്ടില്ല. അള്ളാഹു യഥാർത്ഥത്തിലുള്ള ഈമാൻ തരട്ടെ. ആയത്തുൽ കുർസി ഓതണം. എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസിന്റെ ആളുകളാ നിങ്ങള്. അതിന് തങ്ങന്മാർ വന്നിട്ട് പറഞ്ഞെങ്കിൽ മാത്രമല്ല, ഉസ്താമാർ വന്നിട്ട് ഇതിപ്പോ ആയത്തുൽ കുർസി ഓതണമെങ്കിൽ എന്താക്കണം, ആരോ ഞങ്ങൾക്ക് മാട്ടാക്കണം. മാട്ടാക്കിയെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളെടുത്ത് പോകുമ്പോൾ തങ്ങൾ അറിഞ്ഞ് ആയത്തുൽ കുർസി ഓതണം, അപ്പോതും. മാട്ടാക്കിയില്ലെങ്കിലേ ഓത്തൂല്ല. മാട്ടം ഏൽക്കാതിരിക്കണമെങ്കിൽ ഓത്. മാട്ടാക്കിയാൽ മാത്രമല്ല, ആര് മാട്ടാക്കിയാലും സിഹറാക്കിയാലും അത് ഏൽക്കാതിരിക്കണം. ആരുടെ കണ്ണേറും ഏൽക്കാതിരിക്കണം. അതിന് നിങ്ങൾ ഓതിക്കോളൂ ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ജീവിതത്തിൽ എന്നും പതിവാക്കിയ ആണാണോ പെണ്ണാണോ അവർക്ക് മനുഷ്യന്റെ ശർറ് ഏൽക്കൂല, പിശാചുക്കളുടെ ശർറ് ഏൽക്കൂല, ജിന്നുകളുടെ ശർറ് ഏൽക്കൂല. ആ ആയത്തുൽ കുർസി അറിയപ്പെടുന്നത് ഖവാരിഉൽ ഖുർആൻ എന്ന പേരിലാണ്. ഇരിക്കട്ടെ, ഞാൻ ഇത് ഇടയ്ക്ക് പറഞ്ഞു എന്നേയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ആദ് എന്ന ഗോത്രം, ആദ് എന്ന ഗോത്രം, ഇതുപോലെ സമൂദ് എന്ന സമൂഹം, അവർ അന്ത്യനാളിനെ കുറിച്ച് കള്ളമാക്കിയപ്പോൾ, ഏതാണ് ഈ സമൂദ് എന്ന സമൂഹം? സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ്. ആ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയായ സമൂദ്, അവരുടെ വീടുകൾ എവിടെയാണുള്ളത്? മക്കയുടെയും ഷാമിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് ഹിജ്ർ എന്ന ഒരു സ്ഥലം ഉണ്ട്. ആ ഹിജ്ർ എന്ന സ്ഥലത്താണ് സമൂദ് സമൂഹത്തിന്റെ വീടുകളുള്ളത്. ഹദീസിൽ കാണാം, അവിടെ നിങ്ങൾ ആ സ്ഥലത്തേക്ക് ഒറ്റക്ക് പോകാൻ പാടില്ല. ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഒറ്റക്ക് പോകാൻ പാടില്ല. അങ്ങനെയുണ്ട്, ചില സ്ഥലത്തേക്ക് ഒറ്റക്ക് പോകാൻ പാടില്ല. ഈ ഹിജ്ർ എന്ന സ്ഥലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്തേക്ക് ഒറ്റക്ക് പോകാൻ പാടില്ല. കാരണം ആ സ്ഥലം സമൂദ് എന്ന് പറയുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല വലിയ അട്ടഹാസം അയച്ചുകൊടുത്ത് നശിപ്പിച്ച നാടാണ് ആ നാട്. അള്ളാന്റെ അദാബ് ഇറങ്ങിയ നാടാണ്. അവിടെ നിങ്ങൾ ഒറ്റക്ക് പോകാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ അതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ വേഗം വിട്ടെടുക്കണം. അവിടെ ഇറങ്ങാനൊന്നും പാടില്ല, താമസിക്കാനൊന്നും പാടില്ല, വേഗം ഇറങ്ങണം. എന്താ കാരണം? അത് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനെയുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. ചില ബറക്കത്തുള്ള സ്ഥലം ഉണ്ടാവും, ബറക്കത്ത് കുറഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാകും, ശൈത്വാനിന്റെ ശർറുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും. അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടാകും. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ സമൂദ് എന്ന വിഭാഗം ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചതെങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞില്ലേ ചെറുപ്പക്കാരെ, ഫഅമ്മാ സമൂദു ഫഉഹ്ലികൂ ബിത്വാഗിയാ. ഓ എന്റെ വാല കേൾക്കുന്ന യുവതികളെ, എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, ആ സമൂദ് എന്ന വിഭാഗത്തെ അല്ലാഹ് നശിപ്പിച്ചതോ ഒരു കാറ്റ് കൊടുത്ത്, ഒരു അട്ടഹാസം, ഒരു ശബ്ദം കൊണ്ടാണ് അല്ലാഹു തആല നശിപ്പിച്ചത്. ഫഉഹ്ലികൂ ബിത്വാഗിയാ, അവരെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു ശബ്ദം കൊണ്ടാണ്. ആ ശബ്ദമോ അതൊരു സാധാരണ ശബ്ദമല്ല, പരിധി വിട്ട് കടന്ന ശബ്ദമാണ്, വല്ലാത്തൊരു ശബ്ദമാണ്. മനുഷ്യന് ഇവിടെ അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? വകുപ്പില്ല. മനുഷ്യന് വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? വകുപ്പില്ല. മനുഷ്യൻ തകർന്നു പോകാൻ ഒരു ശബ്ദം മതിയല്ലോ. കേട്ട് പരിചയമില്ലാത്ത ഒരു ശബ്ദം കേൾക്കേണ്ടി വന്നാൽ അതോടുകൂടെ
മനുഷ്യന് നാശം. ഏതെങ്കിലും ഒരുത്തന്റെ ഒരു തെറ്റായ പ്രവർത്തനം മതി ആ നാട്ടുകാരെ മുഴുവനും അല്ലാഹു നശിപ്പിക്കാൻ, ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിക്കാൻ. കല്യാണത്തിന്റെ പേരിൽ എന്തെങ്കിലും അനാചാരങ്ങൾ ഉണ്ടാകുമ്പോ തങ്ങന്മാരതിനെ എതിർത്ത് സംസാരിക്കും, പണ്ഡിതന്മാരതിനെ എതിർത്ത് സംസാരിക്കും. ഏതെല്ലാം കോലത്തിലാണ് പുതിയാപ്പിള വരുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. സ്കൂള് ബാഗ് ഇട്ടിട്ട് പുതിയാപ്പിള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്ന രംഗം. ഇതുപോലെ തന്നെ ടൗസറിട്ടിട്ട് പുതിയാപ്പിള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്ന രംഗം. തൊടയും കാണിച്ചിട്ട് ഔറത്ത് കാണിച്ചിട്ട് വരുന്ന രംഗം. ഞാൻ ഏതെങ്കിലും ഒരു കല്യാണ സദസ്സിനെയോ ഏതെങ്കിലും ഒരു കല്യാണ ചടങ്ങിനെയോ കുറ്റപ്പെടുത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ അനാചാരങ്ങൾ സമൂഹത്തിനിടയിൽ നടക്കുമ്പോ അതാത് കാലത്തുള്ള തങ്ങന്മാരതിനെ ശക്തമാണ് എതിർത്ത് പ്രസംഗിക്കും. പ്രസംഗിക്കൽ നിർബന്ധമാണ്. പണ്ഡിതന്മാരെതിർത്ത് സംസാരിക്കും, സംസാരിക്കണം. സംസാരിക്കൽ നിർബന്ധമാണ്. എന്തേ കാരണം? ഒരുത്തനായിരിക്കും ചിലപ്പോൾ തുള്ളിക്കളിക്കുക, ചാടിക്കളിക്കുക, ധിക്കാരം കാണിക്കുക. അതിനെ തുടർന്ന് അദാബ് ഇറങ്ങുന്നതോ ഒരുത്തന് മാത്രമല്ല, നാട്ടാർക്ക് മുഴുവനും അദാബ് ഇറങ്ങിപ്പോയി, സമൂഹത്തിന് മുഴുവനും ഇറങ്ങിപ്പോയി. ഞാനിത് വെറുതെ പറയല്ല. ഈ സമൂത് ഗോത്രക്കാരെ വലിയ ശബ്ദം കൊടുത്തിട്ട് അല്ലാഹു തആല നശിപ്പിക്കാൻ കാരണക്കാരൻ ആരാന്നറിയോ? കൂട്ടത്തിൽ ഒരു ചങ്ങാതിയാണ്, ഒറ്റൊരു മനുഷ്യൻ. എന്താണ് അവന്റെ പ്രത്യേകത? സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് ആ ജനത പറഞ്ഞു, ഈ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്ത് കൊണ്ടുവരണം, എന്നാ ഞങ്ങൾ വിശ്വസിച്ചോളാന്ന്. സ്വാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്ത് കൊണ്ട് പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. ആ ഒട്ടകം അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് നൽകിയ മുഅ്ജിസത്തിന്റെ വലിയ പ്രതീകമാണ്. ആ ഒട്ടകത്തെ നിങ്ങൾ ഒരിക്കലും ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു സ്വാലിഹ് നബി അലൈഹിസ്സലാം. പക്ഷേ അത് പറഞ്ഞപ്പോ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു ചങ്ങാതി ധിക്കരിച്ചു എന്ന് മാത്രമല്ല, ഈ ഒട്ടകത്തെ ആ ചങ്ങാതി അറുത്തുകളഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ചു. ആ ഒട്ടകത്തെ അറുത്തപ്പോ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ആ ഒട്ടകത്തെ അറുത്തതിന് പകരമാണ് അല്ലാഹു തആല ആ സമൂദ് എന്ന ആ സമൂഹത്തെ ഒന്നടങ്കം കാറ്റ് അതാ ശബ്ദം പറഞ്ഞയച്ച് നശിപ്പിച്ചത്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ ഏതെങ്കിലും ഒരു ജീവിയെ ശല്യം ചെയ്താൽ മതി. മനുഷ്യനെ തന്നെ ശല്യം ചെയ്യണമെന്നില്ല, ഔലിയാക്കളെ തന്നെ കുറ്റം പറയണമെന്നില്ല, അമ്പിയാക്കളെ തന്നെ ചീത്ത പറയണമെന്നില്ല. നമ്മുടെ വീടുകളിലുള്ള ജീവികളില്ലയോ, നമ്മുടെ നാടുകളിലുള്ള ജീവികളില്ലയോ, ആ ജീവിയെ ശല്യം ചെയ്താൽ മതി, ആ ജീവിയെ വേദനിപ്പിച്ചാ മതി, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ അത് കാരണമായേക്കോ. ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഹസൻ തങ്ങളെ, അതെ അബ്റാർ നല്ലവർ ആരാണ്, നല്ലവർ ആരാണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ഒരാൾ ചോദിച്ചു. നല്ലവരാരാണ്? ഹസൻ റളിയല്ലാഹു അൻഹു പറയായിരുന്നു, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്നവനാണ് നല്ലവൻ. പറഞ്ഞില്ല. പകല് ഫുള്ളായിട്ട് നോമ്പ് നോൽക്കുന്നവനാണ് നല്ലവൻ. പറയാമായിരുന്നു, പറഞ്ഞില്ല. ഇതുപോലെ എപ്പോഴും കയ്യിൽ മുസാഹിഫ് പിടിച്ചിട്ട് ഖുർആൻ ഓതുന്നവനാണ് നല്ലവൻ എന്ന് പറയാമായിരുന്നു, പറഞ്ഞില്ല. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ. നോട്ടീസിൽ കാണുന്നത് പെണ്ണുങ്ങളോടാ വാദം അറിയേണ്ടതാണ്. പെണ്ണുങ്ങളോട് മാത്രം വാദം അറിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ടാണ് രണ്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ വാദം അറിയാൻ കാരണം. പിന്നെ ആണുങ്ങൾ പറയും, മൊയിലാരി ഇന്ന് ഫുള്ള് പെണ്ണുങ്ങളെ വിഷയം മാത്രം പറഞ്ഞ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ആണിനും പെണ്ണിനും ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് വാദം അറിഞ്ഞത്. അപ്പോ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ലവർ എന്ന് പറഞ്ഞാൽ ആരാണ്?
അല്ലദീന ലാ യുദൂന ദുർറ്. അതേ, നല്ലവരെന്ന് പറഞ്ഞാൽ, മഹാന്മാരെന്ന് പറഞ്ഞാൽ, മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പിനെ പോലും ശല്യം ചെയ്യാത്തവനുണ്ടോ? ഏറ്റവും ചെറിയ ജീവിയല്ലേ അന്നംലത്തു സ്വഗീറ, ചെറിയ ഒരു ഉറുമ്പില്ലേ, ആ ഉറുമ്പിനെ വേദനിപ്പിക്കാത്തവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? അവനാണ് നല്ലവൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ണുകൊണ്ട് കാണുമ്പോഴേക്ക് നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ ജീവികളില്ലേ, ആ ചെറിയ ജീവിയെപ്പോലും ശല്യം ചെയ്യാതിരിക്കാൻ കഴിയുമോ? അവരാണ് നല്ലവർ. പൂച്ചയിൽ അതാ വീടുകളിൽ പൂച്ചയുണ്ട്, പൂച്ചയെ ശല്യം ചെയ്യാൻ പാടില്ല, നായയെ ശല്യം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു തത്വം നോക്കൂ നിങ്ങൾ. അതേ, ഒരു ജീവി, ആ ജീവിയുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. എന്നാൽ അവിടെ ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണ്. ആ മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് ഒരു കിണറ്റിലേക്ക് ഒരു ജീവി വീഴാൻ പോകുന്നു. ആ ജീവി വീണാലോ, അതെ, ആ ജീവിക്ക് നാശം ഉറപ്പാണ്. എന്നാൽ ആ ജീവിയെ രക്ഷപ്പെടുത്തുന്നതിന് നിസ്കാരം വരെ മുറിക്കാം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് നോക്കൂ, ഇസ്ലാമിന്റെ ചിന്താധാര നിങ്ങളൊന്ന് നോക്കൂ, ഇസ്ലാമിന്റെ വിശാലമായ ആശയം നിങ്ങളൊന്ന് നോക്കൂ. അവരാണ് ഏറ്റവും നല്ലവർ. ചെറിയ ജീവിയെപ്പോലും ശല്യം ചെയ്യാൻ പാടില്ല. ഉറുമ്പിനെ കത്തിക്കുന്നതിന് വലിയ താല്പര്യം കാണിക്കുന്ന ചില ഉമ്മമാരുണ്ട് ഈ പേരാള് കണ്ണൂരിൽ. അത്തരത്തിലുള്ള ഉമ്മമാരില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ കൂടുതലൊന്നും പറയില്ല. ആ ഉമ്മമാരുടെ സ്വഭാവം എന്താണ്? സ്വഭാവം അതേ, ഇങ്ങനെ എല്ലാം അടിച്ചു വരും, അടിച്ചിട്ട് ഇങ്ങനെ വാരിയിട്ട് വന്നിട്ട് അതേ ഒരു സ്ഥലത്ത് അവിടെ കുറെ ഉറുമ്പുകളെ അങ്ങ് ശേഖരിച്ചു വെക്കും. എന്നിട്ട് ആ ഉറുമ്പിന്റെ ശല്യമില്ലാതെയാക്കി കളയാൻ അവിടെ കൊണ്ടുപോയി തീയിട്ടിട്ട് ഉറുമ്പിനെ കത്തിച്ച് കളയുകയാണ്. കടുത്ത തെറ്റാണ് ഉമ്മമാരെ. ഉറുമ്പിനെ കത്തിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് വിരോധിച്ചതാണ്. ഹബീബായ തങ്ങളത് എതിർത്തതാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു? ജീവികളെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. സ്ത്രീകൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഉമ്മമാര് ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയണം നമുക്ക്. അള്ളാഹു ഭാഗ്യം തരട്ടെ. എത്തപ്പങ്ങൾ ആമീൻ പറയാത്ത അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കുറെ കാര്യങ്ങൾ പഠിക്കണം, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് മദ്രസയിലേക്ക് വന്നാൽ മാത്രമല്ല പഠനം കിട്ടുക, പിന്നെ വയലിന്റെ സദസ്സിൽ വന്നാൽ മാത്രമല്ല ഇൽമു കിട്ടുക. പിന്നെന്തേ, ചിലതിങ്ങനെ എന്നും കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇൽമുണ്ടാവും, ഉണ്ടാവൂലേ? പക്ഷെ നല്ല ബോധവാന്മാരായിരിക്കണം. പൊട്ടന്മാരായിട്ട് അശ്രദ്ധവാന്മാരായിട്ട് ഇങ്ങനെ ഇരുന്നാല് ഒന്നും കാണില്ല. അങ്ങനെയുണ്ട്. പള്ളിയിലെ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കേട്ടെ, ഖത്തീബ് ഉസ്താദ് വെള്ളിയാഴ്ച പള്ളിക്ക് വരുമ്പോ എന്തൊക്കെ നമ്മൾ കണ്ടുപഠിക്കാനുണ്ട്. വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഉറുദി വേറെ ഉണ്ടാവും, വയല് വേറെ ഉണ്ടാവും, അതിനെ കുറിച്ചെല്ലാം പറയണേ. ഖതീബ് ഉസ്താദ് വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിന്റെ ഉള്ളിലേക്ക് വരുമ്പോ എന്തൊക്കെ നമ്മൾ കണ്ടുപഠിക്കാനുണ്ട്. ഇന്ന് വരെ അത് പഠിച്ചിട്ടില്ല. ഒരു ചങ്ങായി പറഞ്ഞില്ല, എന്താ പറഞ്ഞ, വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഉസ്താദ് എന്നും ഉറുദിയിൽ പറയുന്നില്ല. എന്ത് പറയുന്നത്? ഉസ്താദ് വെള്ളിയാഴ്ച 2 വാള് ചൊല്ലേ, എല്ലാവരും വെള്ളിയാഴ്ച ജുമയത്തൊക്കെ വേഗം വരണവാ. മുട്ട നേരത്തെ വന്നാല് ഒട്ടകത്തിന്റെ കൂലിയുണ്ട്, പിന്നെ പശുവിൻ്റെ അതുണ്ട്, പിന്നെ കോയിൻ്റെ അതുണ്ട്, അവസാനം കോയി മുടൻ്റെതെങ്കിലും കിട്ടണം, മുട്ടന്റെ കൂലിയെങ്കിലും കിട്ടണം എന്ന്. പക്ഷെ പള്ളിക്ക് ഉസ്താദ് വരുന്നപ്പോ
ഒരു ചങ്ങായി പറഞ്ഞല്ല, ഉസ്താദ് വരുന്നേപ്പാ ഇയാളെല്ലാരും വന്ന് പിന്നെ ലാസ്റ്റൊക്കെ വരുന്നേ കയ്യും വീശിയിട്ട് ഇങ്ങനെ വരുന്നു അല്ലേ പോലെ. അതാ ഉസ്താദിനെ കുറിച്ച് കണ്ടുപിടിച്ച കുറ്റം അതാണ്. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർക്ക് ഓരെപ്പോഴും കുറ്റം മാത്രം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ പേരാൾ കണ്ണൂരിൽ അങ്ങനത്തെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പറയണില്ല. ഇത് നല്ല നാടാണ്. ഞാൻ ആദ്യമായിട്ട് വന്ന് വേല പറയുന്ന സ്ഥലമൊന്നുമല്ല. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വേല അറിഞ്ഞിട്ടുണ്ട്. 5 കൊല്ലത്തിലൊരിക്കലാണ് ഉറൂസ് നടന്നത് അല്ലേ? സുബ്ഹാന ജല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി. ഇന്നലെ ഉറൂസ് നടന്ന പോലെയാണ് എൻ്റെ അനുഭവത്തിൽ. കഴിഞ്ഞ ഉറൂസ് ഞാൻ ഇവിടെ വന്നില്ലേ? വന്നിട്ട് കുറേ നേരം വേല പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അവസാനം ഇപ്പം അൽഹംദുലില്ലാ തങ്ങൾ പാപ്പ നേരത്തെ തന്നെ വന്ന് ദുആ ചെയ്ത് നല്ല ഉപദേശം തന്നു. എന്നിട്ട് പോയി. അല്ലാഹു തആല സഫാൻ തങ്ങൾ പാപ്പക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത്, നമ്മുടെ ഈ ഉറൂസ് കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ, കൺവീനർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് കമ്മിറ്റി, അങ്ങനെ ഓരോ ആളുകളുണ്ട്. അല്ലാഹുവേ നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നല്ല ഒരു ക്രമീകരണത്തിലാണ് നമ്മളെ പേരാൾ കണ്ണൂർ ഉറൂസ് നടക്കുന്നത്. അങ്ങനെ രാഭാസായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, കുറേ ആൾ അവിടെ കുറേ ആൾ ഇവിടെ, അങ്ങനൊന്നുമില്ല. അതിൻ്റെ സദസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. അതാണ് ഉറൂസിൽ ഏറ്റവും കൂടുതൽ ഭംഗിയാകേണ്ടുന്നത് വാദിന്റെ സദസ്സാണ്. അൽഹംദുലില്ലാ ചില ഉറൂസിനെല്ലാം പോയി നോക്കിയെങ്കിലുണ്ട് ആളുകളെല്ലാം ഫുള്ള് റോട്ടിൽ തന്നെ ആവാ, എല്ലാ പറയപ്പുറോ. വാദിന്റെ സദസ്സിൽ കുറച്ച് വയസ്സന്മാരുണ്ടാവും, കുറച്ച് ദീനി ബോധമുള്ള 4-5 ബാല്യക്കാരുണ്ടാവും. അൽഹംദുലില്ലാ ഞങ്ങളെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞിട്ടുള്ള സദസ്സാണ്. അവസാനം വരെ ഇങ്ങനെ തന്നെ ഉണ്ടാകാൻ ഭാഗ്യം തരട്ടെ. ചില മനുഷ്യന്മാർ വരും, പ്രസംഗം പൊടി പിടിക്കുന്ന നോക്കാം, പൊടി പിടിച്ചെങ്കിരിക്ക അല്ലെങ്കിൽ പോവാ. പൊടി പിടിക്കുമെന്ന് കരുതിയിട്ട് ആരും ഇരിക്കണ്ട. കുറച്ച് ഉപകരിക്കുന്ന കാര്യം കിട്ടണമെന്ന് ചിന്തിച്ചിട്ടിരിക്കുന്നെങ്കിൽ ലാസ്റ്റ് വരെ പിരിക്കും. ഞാൻ വലിയ ഒച്ച ഒന്നും എടുക്കൂല. എനിക്ക് നാളെ 2 സ്ഥലത്ത് വേല അറിയണം. ഇന്നലെ ഞാൻ വേല അറിഞ്ഞിട്ടുണ്ട്, മറ്റന്നാളും വേല പറയണം. അപ്പം അതുകൊണ്ട് നിങ്ങളെ ഉറൂസ് സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസമായാലും സമാപിക്കുകയല്ലേ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് സമാപനമില്ല. ഇത് സമാപിക്കുമ്പോൾ വേറെ ഉറൂസ്. നാളെ 2 സ്ഥലത്ത് ഉറൂസിൽ വേല പറയാണ്ട് എനിക്ക്. നമ്മുടെ ബൈത്തടുക്ക ഉറൂസ്, അതുപോലെ ഉപ്പിനങ്ങടി മൂടടുക്ക ഉറൂസ് ഇരിക്കട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പൊ ഞാൻ ഇവിടത്തെ ഈ ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും മഹല്ല് കമ്മിറ്റി നേതാക്കളെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല സെറ്റപ്പിലായിട്ടാണ് നമ്മുടെ ഈ ഉറൂസ് പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. അള്ളാഹു തആല ഇവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അത് മാത്രല്ല, വേറെ ഉറൂസിന്റെ സദസ്സിലേക്ക് പോയാൽ കുറച്ച് നേരം ഉണ്ടാവും എല്ലാ മൂപ്പന്മാര്, പിന്നെ എല്ലാം ഇറങ്ങി പോകുന്ന കാണും. ഇവിടെ അൽഹംദുലില്ലാ സ്റ്റേജും നിറഞ്ഞിട്ടുള്ള സ്റ്റേജാണ്. അള്ളാഹു സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒപ്പം ലൈവിൽ ഒരുപാട് സഹോദരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്കും നമുക്കൊക്കെ അള്ളാഹു ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുടെ കാവലും ബർക്കത്തും നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ടു പഠിക്കേണ്ടുന്ന പലതും ഉണ്ട്, കേട്ട് പഠിക്കേണ്ടുന്നത് മാത്രമല്ല സുഹൃത്തുക്കളെ, കണ്ട് പഠിക്കേണ്ടുന്ന പലതുമുണ്ട്. വെള്ളിയാഴ്ച ഖതീബ് ഉസ്താദ് പള്ളിക്ക് വരുമ്പോ ഖതീബ് ഉസ്താദ് കാലിന് സോക്സ് ഇട്ടിനാ ഇല്ലേ അത് നോക്കാൻ കുറെ ആളുണ്ടാവും. ഖതീബ് ഉസ്താദ് ഏത് കുപ്പായം ധരിച്ചത്, ഏത് കമീസ് ഇട്ടത് അത് നോക്കാൻ പലരും ഉണ്ടാവും. അതല്ല, ഖതീബ് ഉസ്താദ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ശരിക്കും നോക്കിയാൽ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഖതീബ് ഉസ്താദ് വന്നിട്ട് ഇരിക്കുന്നത് എവിടെയാണ്? എല്ലാരും താഴോട്ടിരിക്കുകയാണ്. ഖതീബ് ഉസ്താദ് മിമ്പറിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഖുതുബ ഓതുന്ന ഖതീബ് ഉസ്താദിന് സുന്നത്താണ്, മിമ്പറിൽ ഇരിക്കൽ സുന്നത്താണ്. പിന്നീടോ ആ ഖതീബ് ഉസ്താദ് ഇരിക്കുന്ന മിമ്പറിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ മിമ്പറിൽ എത്ര സ്റ്റെപ്പുകളാണുള്ളത്, എത്ര പടികളാണുള്ളത്? അപ്പൊ ശ്രദ്ധിച്ചു നോക്കുമ്പോ കാണാം, ഇരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഇരിപ്പിടം, ആ സ്ഥലം ഒഴിച്ച് ഞങ്ങളെ പള്ളിയിലെ മിമ്പറിലും 3 പടികളുണ്ട്. ഇരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം വഴിച്ചിട്ട് 3 സ്റ്റെപ്പുകൾ. അപ്പൊ മിമ്പറിന്റെ ക്രമം അതാണ്. ഇരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം അല്ലാതെ 3 സ്റ്റെപ്പുകൾ വേണം, 3 പടികൾ വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെ രൂപം.
അപ്പൊ ആ മിമ്പർ കാണുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മിമ്പർ എവിടെയാണ് വെച്ചിട്ടുള്ളത്? മെഹ്റാബിന്റെ വലത് ഭാഗത്താണോ മെഹ്റാബിന്റെ ഇടത് ഭാഗത്താണോ? എവിടെ നിങ്ങളെ നാട്ടിലെ മിമ്പർ എവിടെ ഉള്ളത്? മെഹ്റാബിന്റെ വലത്തോട്ട ഇടത്തോട്ട? ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നു. എത്ര കാലായി പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ട്. എവിടെ പറയും മനുഷ്യന്മാരെ, മിമ്പർ ഇരിക്കുന്നത് മെഹ്റാബിന്റെ വലതു ഭാഗത്താണോ ഇടതു ഭാഗത്താണോ? ഖിബലക്ക് തിരിച്ചിട്ട് പറയും. അഭിപ്രായ വ്യത്യാസമായിപ്പോ ആകെ പ്രശ്നമായി. ഒരുത്തൻ വേഗം പോയി നോക്കി വാ, ഉറപ്പിക്കാൻ വേണ്ടിട്ട. അതാണ് പറഞ്ഞേ, കണ്ടുകൊണ്ട് പഠിക്കാൻ പലതുണ്ട്. മെഹ്റാബിന്റെ വലത് ഭാഗത്താണ് മിമ്പർ ഉണ്ടാകേണ്ടുന്നത്. സ്റ്റേജിന്റെ പീഡ എവിടെയും വെക്കാം, അത് അങ്ങോട്ടും വെക്കാം ഇങ്ങോട്ടും വെക്കാം നടുവിലും വെക്കാം, അങ്ങനെയാണ്. പക്ഷെ പള്ളിയിലെ മിമ്പർ കിട്ടിയ സ്ഥലത്ത് വെക്കാൻ പറ്റൂല. പിന്നെ അതിനൊരു ക്രമമുണ്ട്. ആ ക്രമം പ്രകാരം വെക്കണം. അതെവിടെയാണ് വെക്കേണ്ടത്? മിഹ്റാബിന്റെ വലത് ഭാഗത്താണ് മിമ്പർ വെക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് എവിടെന്നാണ്? പള്ളിക്ക് നിസ്കരിക്കാൻ പോയാൽ പള്ളിയിൽ മിമ്പർ എവിടെയുണ്ടെന്ന് കണ്ടാൽ അപ്പൊ മനസ്സിലാക്കാൻ കഴിയും മിമ്പർ എവിടെ വെക്കണം. അപ്പൊ ചിന്തിക്കണം, എന്തേ മിമ്പർ മെഹ്റാബിന്റെ ഇടത്തോട്ട് വെച്ചാ പോരെ? എന്തുകൊണ്ട് വലത്തോട്ട് വെച്ചു? അത് സുന്നത്താണ്. മെഹ്റാബിന്റെ വലത് ഭാഗത്ത് മിമ്പർ ഉണ്ടാകുന്നത് സുന്നത്താണ്. ഇനി ഖതീബ് ഉസ്താദ് വരുമ്പോ ശ്രദ്ധിക്കണം. ഖതീബ് ഉസ്താദിനെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓ പേരാള് കണ്ണൂരുകാരെ, ഉറൂസിന് വന്നപ്പോ പല പണ്ഡിതന്മാരും വാദിന് വന്നു. നൗഫൽ സഖാഫി ഇന്ന് വാദിന് വന്നു. ഇതുവരെയുള്ള ഓരോ ദിവസവും വാദിന് വന്നു. ഇനിയും സമാപിക്കുന്നത് വരെ വാദിന് വരും. ആ കൂട്ടത്തിൽ പല പണ്ഡിതന്മാരും ഉണ്ടാകും. അതേ സമയത്ത് ഞങ്ങളെ നാട്ടുകാർക്ക് ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് വാദിന് വന്ന ഉസ്താദല്ല. ഓരോ നാട്ടുകാർക്കും ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് അവരവരുടെ നാട്ടിൽ പള്ളിയിൽ നേതൃത്വം നൽകുന്ന ഉസ്താദാണ്. വാലിന് വന്ന ഉസ്താദ് ഏത് കുപ്പായം ധരിച്ചു, ഏത് ചെരിപ്പ് ധരിച്ചു, അയാൾ എങ്ങനെ വന്നു, ഏത് വാഹനത്തിൽ വന്നു, അയാൾ എങ്ങനെ പോയി, അയാൾ എന്ത് സംസാരിച്ചു, അയാൾ എന്ത് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളെ പള്ളിയിലെ ഉസ്താദ് വെള്ളിയാഴ്ച ദിവസം ഖതീബ് ഉസ്താദ് പള്ളിയിലേക്ക് വരുമ്പോ അദ്ദേഹം എന്തെല്ലാം സംസാരിച്ചു, എവിടെയെല്ലാം സലാം പറഞ്ഞു, അത് നമ്മൾ കേട്ടിട്ട് പഠിക്കണം, അത് കണ്ടിട്ട് പഠിക്കണം. ഉസ്താദ് ഇങ്ങനെ വരികയാണ്, ഖുതുബ ഓതാൻ വേണ്ടി പള്ളിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ കടന്ന ഉടനെ ഒരു സലാം ഉസ്താദ് പറഞ്ഞു. പിന്നീട് മിമ്പറിന്റെ അടുത്തേക്ക് എത്തിയപ്പോ വീണ്ടും ഒരു സലാം പറഞ്ഞു. പിന്നെ മിമ്പറിന്റെ മേൽ കയറിയതിന് ശേഷം വീണ്ടും ഒരു സലാം പറഞ്ഞു. അപ്പൊ ഖതീബ് ഉസ്താദിന് അതേ ജനങ്ങൾക്കിടയിൽ കയറി വന്നതിന് ശേഷം 3 സ്ഥലത്ത് സലാം ചൊല്ലൽ സുന്നത്താണ് കേട്ടോ. അതാര് പഠിച്ചു? ഈ കണ്ടുകൊണ്ടിരിക്കുന്നവൻ പഠിച്ചു. അപ്പൊ ഖതീബ് ഉസ്താദ് വന്നപ്പോ ഞങ്ങളെ മുക്രിക്ക ഉസ്താദ് എന്താക്കി? ഉസ്താദാണ്, ഞങ്ങളെ നാട്ടുകാരന്, കർണാടക, ശരിയാ, ബിഹാരിക്കാരനാണ്. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു? ഖതീബ് ഉസ്താദ് ഖുതുബക്ക് മിമ്പറോട്ട് കയറണമെങ്കിൽ മുക്രിക്ക ഉസ്താദിന് നല്ല ബലമുണ്ട്, മഹത്വമുണ്ട്. എന്താണ് മുക്രിക്ക ഉസ്താദ്? മുക്രിക്ക ഉസ്താദ് ബാല് കൊടുക്കണം, എന്നിട്ട് കയറ്റണം ഖതീബ് ഉസ്താദിനെ. അതാണ് മുക്രിക്കാന്റെ പവർ അല്ലേ? ചില നാട്ടുകാരൊക്കെ മനസ്സിലാക്കിയത് മുക്രിക്ക ഉസ്താദ് എന്ന് പറഞ്ഞാൽ കോഴി ഇറക്കാൻ മാത്രമാണ്. നിങ്ങളെ കുറിച്ചല്ലട്ടെ, മൂപ്പർ നല്ല മനുഷ്യനാ.
ചില നാട്ടുകാർ മനസ്സിലാക്കി അങ്ങനെ മുക്രിക്ക ഉസ്താദ് എന്ന് പറഞ്ഞാൽ കോഴിയാക്കാൻ മുക്രിച്ചണ്ട അതല്ലേ കോഴി ഇറക്കാനൊന്നും ഈ ബലാൽ കോഴി ഇറക്കാനും മുക്രിക്ക ഉസ്താദിനെ തേടി വരുന്നത്. എന്താ നിനക്ക് അർത്ഥം എന്റെ അർത്ഥം എന്തേ? അത് പഠിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, എല്ലായിടത്തും മയ്യത്ത് കുളിപ്പിക്കുന്ന ക്ലാസ്. കോഴി ഇറക്കാൻ വേണ്ടി ക്ലാസ് എടുക്കണം. ഞാൻ പറയണേ, എങ്ങനെ കോഴി ഇറക്കുന്നത് അതിൻ്റെ ഒരു ക്ലാസ് വെക്കണം. വെച്ചില്ല, ഇന്നുവരെ വെച്ചിട്ടില്ല. കോഴി ഇറക്കുന്ന ക്ലാസ് എന്തുകൊണ്ട് വെച്ചിട്ടില്ല? അത് ഞങ്ങളുടെ നാട്ടിൽ മുക്രിക്ക ഉസ്താദ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരാളുണ്ട്. ഇല്ല, ഖത്തീബ് ഉസ്താദ് സ്റ്റേജിലോട്ട് അതാ മിമ്പറിലോട്ട് കയറണമെങ്കിൽ താഴെയുള്ള ഉസ്താദ് അവരുകൾ, മുക്രിക്ക ഉസ്താദ്, ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ് കയ്യിൽ പിടിച്ച വാളില്ലേ, ആ വാള് ഖത്തീബ് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്ത് ഖത്തീബ് ഉസ്താദ് പിടിക്കേണ്ടത് വലത് കൈകൊണ്ടാണ്. എന്നിട്ടോ ഖത്തീബ് ഉസ്താദ് മുകളിലോട്ട് കയറണം. എന്നിട്ട് ഖുത്ബെല്ലാം കഴിഞ്ഞിട്ട് ഖത്തീബ് ഉസ്താദ് താഴോട്ട് ഇറങ്ങിയാൽ വാള് തിരിച്ചു കൊടുക്കേണ്ടത് മുക്രിക്ക ഉസ്താദിന്റെ കയ്യിലാണ്. അവിടെ ബെക്കലല്ല, ആരാണോ തന്നത് അയാളെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ആ തിരിച്ചു കൊടുക്കേണ്ടുന്നതും അതാ വലത് കൈ കൊണ്ടാണ്. ഇത് ഫിഖ്ഹിന്റെ ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചു. എന്നാ മുക്രിക്ക ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഖത്തീബ് ഉസ്താദ് വാള് സ്വീകരിച്ചത് വലത് കൈ കൊണ്ടാണ്. വാപ്പാസ് പോകുമ്പോ തിരിച്ചു കൊടുത്തതും വലത് കൈ കൊണ്ടാണ്. എന്നാ ഖത്തീബ് ഉസ്താദ് മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ ഓതുമ്പോഴോ ഏത് കൈയിലാണ് വാള് പിടിക്കേണ്ടത്? വലത് കൈയിലല്ലല്ലോ. അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു വാള് പിടിക്കേണ്ടത് ഇടത് കൈയിലാണ്. ഇത് ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകൾ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അതാ പഠിച്ചു. ഖത്തീബ് ഉസ്താദിന് നല്ല ക്ഷമ വേണം. ഇതുപോലെ തന്നെ വഅദ് പറയുന്ന എനിക്ക് നല്ല ക്ഷമ വേണം. മൈക്ക് ഉഷാറുണ്ടെങ്കിലും വഅദ് പറയാൻ കഴിയണം. മൈക്ക് ഉഷാറില്ലെങ്കിലും വഅദ് പറയാൻ കഴിയണം. മൈക്കിനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. ഓപ്പറേറ്റ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ പാടില്ല. മൈക്കില്ലെങ്കിലും വഅദ് പറയണം, മൈക്കുണ്ടെങ്കിലും വഅദ് പറയണം. അപ്പൊ വഅദ് പറയുന്ന എനിക്ക് നല്ല ക്ഷമ വേണം. വഅദ് കേൾക്കുന്നവർക്കും നല്ല ക്ഷമ വേണം. ഖത്തീബ് ഉസ്താദിന് ക്ഷമ വേണം. അതുകൊണ്ടല്ലേ ഇത്രയും നേരം വലിയ ബഹുമാനത്തോടെ ആളുകൾ ഖത്തീബ് ഉസ്താദിനെ കാത്തിരുന്ന് ഖത്തീബ് ഉസ്താദിന്റെ കയ്യിൽ മുക്രിക്ക ഉസ്താദ് ബാളും കൊടുത്തിട്ട് മുകളിൽ ഇരുന്നപ്പോ ഖത്തീബ് ഉസ്താദ് അതുവരെ ഇരിക്കുകയാണ്. തുടങ്ങാൻ പറ്റൂല ഖുതുബ. പിന്നെ ഖത്തീബ് ഉസ്താദിന് ക്ഷമ വേണം. ഖത്തീബ് ഉസ്താദ് ഖുതുബക്ക് ഓതാൻ റെഡിയായി വന്നതാണ്, എന്നാലും ക്ഷമ വേണം. എന്താ ക്ഷമ? മുക്രിക്ക ഉസ്താദ് അവിടുന്നൊരു ബാങ്ക് കൊടുക്കണം. ഖത്തീബ് ഉസ്താദ് മിമ്പറിൽ കയറിയ ഇരുന്നതിന് ശേഷം അതേ മുക്രിക്ക ഉസ്താദ് ഒരു ബാങ്ക് കൊടുക്കണം. ആ ബാങ്ക് കൊടുത്ത് തീരുന്നത് വരെ ഖത്തീബ് ഉസ്താദ് അവിടെ ഇരിക്കണമല്ലോ. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ എന്നും കാണുന്നുണ്ടല്ലോ, എന്നും ഈ രംഗം കാണുന്നുണ്ടല്ലോ. എന്നിട്ട് പഠിക്കണ്ടേ നമ്മൾ? ഖുതുബയിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ? ആ പറയുന്നത് അറബിയിലായതുകൊണ്ട് അതിലുള്ള വിഷയം മനസ്സിലാകണമെന്നില്ല എന്ന് കരുതിയിട്ട് ഉസ്താദ് വരുന്ന രംഗം, ഉസ്താദ് അവിടുന്ന് ബാള് സ്വീകരിക്കുന്ന രംഗം, ഉസ്താദ് മിമ്പറിൽ ഇരിക്കുന്ന രംഗം, എന്നിട്ടോ 2 ഖുതുബകൾക്കിടയിൽ ഉസ്താദ് ഇരിക്കാറുണ്ടല്ലോ. അത് എത്ര നേരമാണ് ഉസ്താദ് ഇരിക്കുക? സൂറത്തുൽ ഇഖ്ലാസ് എന്ന സൂറത്തിലെ ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് ഓതുന്നതിന്റെ സമയം എത്രയാണോ അത്രയും നേരം അവിടെ ഉസ്താദിന് 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കൽ സുന്നത്താണ്. ആ ഖുതുബക്കിടയിലുള്ള ഇരുത്തത്തിലോ ഖുർആനിൽ വല്ലതും ഓതൽ സുന്നത്താണ്. അതിൽ ഏറ്റവും നല്ലത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ആർക്കാണ് ഓതൽ സുന്നത്ത്? ഖതീബ് ഉസ്താദിന് 2 ഖുതുബക്കിടയിലുള്ള ഇരുത്തത്തിൽ ഓതൽ സുന്നത്താണ് കേട്ടോ.
അതുവരെ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ വളരെ ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? ഉസ്താദ് വെള്ളിയാഴ്ച ഖുതുബയിൽ പറഞ്ഞ കാര്യം എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഉസ്താദ്മാരല്ലാത്തവരോട് ഞാൻ ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച ഇപ്പൊ നാളെയാണ് വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉസ്താദ് ഖുതുബയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യം മനസ്സിലായോ? ഇല്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോകാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞൊന്നും തീരുന്നില്ല, അപ്പൊ ഞാൻ പോവാണ്. പറ്റൂല, പോകാൻ പറ്റൂല. ഖുതുബ തീരുന്നവരെ പോകാൻ പറ്റൂല. നല്ല ക്ഷമ വേണം ഖുതുബ കേൾക്കുന്നവർക്ക്. എന്നാൽ കേൾക്കുന്നവർക്ക് നല്ല ക്ഷമ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ക്ഷമ ഉസ്താദിന് ചൂഷണം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഖുതുബ കഴിഞ്ഞാൽ ഉസ്താദ് എന്ത് ചെയ്യണം? ഉസ്താദ് വേഗം അതാ മുക്കരിക്ക ഉസ്താദ് ഇഖാമത്ത് കൊടുത്താൽ, ഇഖാമത്ത് കൊടുത്ത ഉടനെ ഖതീബ് ഉസ്താദ് വേഗം മെഹ്റാബിലേക്ക് വരണം. പിന്നെ മിമ്പറിൽ നിൽക്കുന്നതിന് സ്ഥാനമില്ല. അതാ വേഗം മെഹ്റാബിലേക്ക് വരണം. സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? അത് നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഇങ്ങനെ കണ്ടു പഠിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്, കേട്ടു പഠിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. വഅദ് കേൾക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകളെ, വെള്ളിയാഴ്ച രാവിലല്ലേ ഞാനും നിങ്ങളുമുള്ളത്? നാളെ വെള്ളിയാഴ്ച പകലല്ലേ? ആഴ്ചയിൽ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ? ആ വെള്ളിയാഴ്ച ദിവസം പള്ളിക്ക് എങ്ങനെ പോകണം? ഏറ്റവും മഹത്വമുള്ള സ്ഥലമല്ലേ പള്ളി എന്നത്? ആ പള്ളിക്ക് എങ്ങനെയെങ്കിലും പോയാ പറ്റൂല. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുമ്പോ അതിന് ചില ചിട്ടകളുണ്ട്, ചില അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. നല്ല വൃത്തിയായിട്ട് പോകണം. അതാ മീശയില്ലേ, ആ മീശ ഒപ്പിക്കാനുണ്ടോ? മീശ വെട്ടി ചെറുതാക്കി ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ, അല്ലാതെ മീശ വടിക്കലല്ല, മീശ വെട്ടി ചെറുതാക്കലാണ്. എത്ര ചെറുതാക്കണം? ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന കോലത്തിൽ ചെറുതാക്കി മീശയെ വെട്ടേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ താടി ഒപ്പിക്കാം, പക്ഷേ ഒരിക്കലും താടി വടിക്കാൻ പാടില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, താടി വടിക്കുന്നത് കറാത്താണ്. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ബൽ ഖാല കസീറൂന ബിഹിർമതിഹി, ധാരാളം പണ്ഡിതന്മാർ താടി വടിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറാഹത്താണെന്ന് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവിടെയും താടി വടിക്കൽ ഹറാമാണെന്ന് ധാരാളം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താടി വടിച്ചിട്ട് ജുമഅക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി താടി വടിച്ചവരൊന്നും ജുമഅക്ക് പോകാൻ പാടില്ല എന്ന് നൗഫൽ സഖാഫി പേരാൾ കണ്ണൂർ ഉറൂസിൽ പറഞ്ഞു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജുമഅക്ക് പോകുമ്പോ താടി വടിക്കണ്ട. പിന്നെ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, യുവാക്കളോട് അത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തലയിലെ മുടി മീശ ഒപ്പിക്കണം അറിഞ്ഞില്ലേ? ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്ന രൂപത്തിൽ മീശ ഒപ്പിക്കണം. വെള്ളിയാഴ്ച ജുമഅക്ക് പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. തലമുടി കളയണം. തലമുടി നീട്ടിവെക്കുന്നത് അത്രയും നല്ല കാര്യമൊന്നുമല്ല. കുറെ ആളുകൾ തലമുടി ഇങ്ങനെ നീട്ടിവെക്കുന്നു കാണുന്നു. അതങ്ങനെ വലിയ നല്ല കാര്യമാണെന്ന് ആരും തെറ്റിയിരിക്കൊന്നും വേണ്ട. എന്ന വേറെ ചില ചെറുപ്പക്കാരുണ്ട്, അവര് തലയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം ഫുള്ളായിട്ട് വടിച്ചു കളയും. അതിനാണ് ബാക്കി ഭാഗത്തൊക്കെ മുടി വെക്കും. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗം എന്താണെന്നറിയോ? ഖസഅ എന്നാണ്. ആ ഖസഅ ചെയ്യുന്ന പണി കറാഹത്താണ്. അത് ചെയ്യാതിരുന്നാൽ പ്രതിഫലം കിട്ടും. അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നമ്മളെ തരക്കാരാകാൻ പാടില്ല. ഇന്ന് കണ്ടില്ലേ ചില ചെറുപ്പക്കാരുണ്ട്, ആ ചെറുപ്പക്കാർ
ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ വളണ്ടിയർമാരെ കണ്ടു, നേതാക്കളെ കണ്ടു. അവരുടെയൊക്കെ ശരീരത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം കാണുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഉറൂസിന്റെ വളണ്ടിയറാണ്. സുബ്ഹാന ജല്ല ജലാലു. തലയിൽ നോക്കുമ്പോ ഫാഷനിന്റെ ഹെയർ കട്ടിംഗ് ആണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ആരുടെ ഉറൂസ് ആണ് നാട്ടില് നടക്കുന്നത്? വലിയ ഔലിയാന്റെതല്ലേ? വലിയ മഹാന്റേതല്ലേ? ആ മഹാന്റെ പൊരുത്തം കിട്ടാനല്ലോ മോനെ നീ വളണ്ടിയറായി നിൽക്കുന്നത്. ആ മഹാന്റെ പൊരുത്തം കിട്ടണമെങ്കിലോ മഹാന്റെ ഉറൂസിന് വളണ്ടിയറായി നിന്നതുകൊണ്ട് മാത്രം പൊരുത്തം കിട്ടൂല. ആ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ നിന്റെ തലയിലേക്ക് നോക്കുമ്പോ ഒരു ഫാഷൻ നിന്റെ തലയിൽ കാണാൻ പാടില്ല, ഒരു പരിഷ്കാരം നിന്റെ തലയിൽ കാണാൻ പാടില്ല. അതേ തലയുടെ ചില ഭാഗം ചെത്തിയെടുത്ത് വടിച്ചു കളഞ്ഞു, മേൽഭാഗം മാത്രം കുറെ മുടി ഇങ്ങനെ വെച്ചു. ഇവനാണ് കഴുത്തിൽ ബാഡ്ജും ഇട്ടിട്ട് വളണ്ടിയറായി നടക്കുന്നത്. ഇവിടെയൊന്നും അത്തരക്കാരില്ലട്ടോ. പലയിടത്തും പോയി കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് പറയാണ്, പാടില്ലേ, അത് അല്ലാഹു തആലാക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാ ഉമ്മമാരെ, നിങ്ങളോട് ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില സ്ത്രീകൾ മനസ്സിലാക്കി എന്താണെന്നറിയോ? ചില സ്ത്രീകൾ മനസ്സിലാക്കി ഇപ്പൊ ചില പെൺകുട്ടികൾക്കൊക്കെ ആൺകുട്ടികളാകാൻ താല്പര്യമാണ്. എന്ത് കാലം മനസ്സിലായി, എന്ത് വിരാന്തതാണ്. എല്ലാ ആഗ്രഹമായി അവസാനം എല്ലാ സൈസും കോലം കെട്ടി. അങ്ങനെയുണ്ടല്ലോ, എല്ലാ സൈസും കോലം കെട്ടിട്ടായി. ഇനിയിപ്പൊ അള്ളാനോട് തന്നെ നേരിട്ട് ധിക്കാരാണ്, വെല്ലുവിളിയാണ്. എന്താ കാരണം? പെണ്ണിനാണാകാൻ താല്പര്യം, ആണിന് പെണ്ണാകാൻ താല്പര്യം. ഇവിടെ ആരുമില്ലല്ലേ? സലാമത്തായി. എന്തൊരു കഷ്ടം റബ്ബേ, ഞാനിങ്ങനെ ആലോചിച്ചു പോയി. എന്നിട്ട് പത്രക്കാർക്ക് ഓർക്കും ശരിയില്ല. പത്രക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തു, എന്താണ് ആണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. എങ്ങനെ കൊടുത്തു? വെല്ലുവിളിക്കുന്നു ഞങ്ങള്. ആണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. കേരളത്തിലൊരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയോ? ഒരു പെണ്ണ് സ്തനങ്ങൾ മുറിച്ചെടുത്തു, പ്രസവിച്ചു. സ്തനം മുറിച്ചെടുത്തത് കൊണ്ട് ചില പത്രക്കാർ മനസ്സിലാക്കിയ എന്താണെന്നറിയോ? പെണ്ണ് ആണായി പോകുന്നു. എന്തൊരു കഷ്ടം! സ്തനം മുറിച്ചെടുത്തുകൊണ്ട് പെണ്ണ് ആണാവലെങ്ങനെയാ ചോദിക്കണേ? സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്കുമ്പോൾ ഒരു ചങ്ങാതി, അയാൾ എന്താക്കിയെന്നറിയോ? പെണ്ണിന്റെ വേഷം ഇട്ടു. ഒരാണാണ്, പെണ്ണിന്റെ വേഷം ഇട്ടു. ആണൊരു പെണ്ണിന്റെ വേഷം ഇട്ടത് കൊണ്ട് ആണ് പെണ്ണാവോ? അത്തരക്കാരൊക്കെ പെണ്ണുങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം അവനെ കൊണ്ടാണ് ഈ ആണ് എന്ന് പറയപ്പെടുന്നവന് കുട്ടി ഉണ്ടായത്. എന്നാ പിന്നെ പെണ്ണുങ്ങൾക്കിടയിൽ അതുപോലത്തെ ആളുകൾ പോയി പെണ്ണിന്റെ കുപ്പായിട്ടിട്ട് പോയിരുന്നാൽ എന്തായിരിക്കും അപകടം? അള്ളാഹു ഞങ്ങളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് പലർക്കും പെണ്ണാകാൻ താല്പര്യം, ആണിന് പെണ്ണ്, പെണ്ണിനാണ്. എന്നാൽ ഓ വാല് കേൾക്കുന്ന ഉമ്മമാരെ, വാല് കേൾക്കുന്ന സഹോദരിമാരെ, പരിശുദ്ധ ഇസ്ലാം നിങ്ങളോട് ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ സേഫ്റ്റിക്കാണ്, നിങ്ങളുടെ സംരക്ഷണത്തിനാണ്. അല്ലാതെ നിങ്ങളെ രണ്ടാം സ്ഥാനത്ത് കണ്ടതുകൊണ്ടാണെന്ന് ഒരു ഉമ്മയും തെറ്റിദ്ധരിക്കണ്ട, ഒരു സഹോദരിയും തെറ്റിദ്ധരിക്കണ്ട. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ രണ്ടാം സ്ഥാനത്ത് കണ്ടിട്ടില്ല. ലോകത്ത് ഒരു പെണ്ണിനെ ഏറ്റവും വില കൽപ്പിച്ചിട്ടുള്ള മതം അത് എൻ്റെ മതമാണ്, നിങ്ങളുടെ മതമാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ടല്ലേ പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞു, 3 സമയങ്ങളിലല്ലാതെ നിങ്ങളെ തലയിലെ മുടി വടിച്ചു കളയാൻ പാടില്ല, തലമുടി വടിച്ചു കളയാൻ പാടില്ല. ചിലപ്പോ നിങ്ങൾക്ക് മീശയുടെ, പുരുഷന്മാരുടെ മീശ മുളക്കുന്ന സ്ഥലത്ത് ചില സ്ത്രീകൾക്ക് രോമങ്ങൾ മുളക്കും. ആ രോമങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായി എടുത്തു കളയാം. എന്നാൽ പരിശുദ്ധ ഇസ്ലാം
നിങ്ങളെ തലയിലെ മുടി വടിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടില്ല. 3 സന്ദർഭങ്ങളിൽ മാത്രമേ അതിനൊരവസരമുണ്ടൂ. അത് എപ്പോഴാണ്? നിങ്ങളുടെ പ്രസവമില്ലേ, നിങ്ങൾ കുട്ടിയായി ജനിച്ചു, പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ജനനത്തിന്റെ 7-ാം ദിവസം അന്ന് കുട്ടിയുടെ തലമുടി കളയലില്ലേ? അത് ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി, ആ തലമുടി കളയണമെന്ന് പറഞ്ഞത് ഇസ്ലാമാണ്. ഇനി രണ്ടാമതായി ചികിത്സക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തലയിലെ മുടി ഫുള്ളായും വടിച്ചു കളയാം, ചികിത്സക്ക് വേണ്ടിയാണ്. ഇനി മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, വലിൽ ഇസ്തിഗ്ഫാഇ മിൻ ഫാസിഖ്. നിങ്ങളുടെ നാട്ടിൽ ഒരു തെമ്മാടിയുണ്ട്. ആ തെമ്മാടിയായ മനുഷ്യൻ എപ്പോഴും നിങ്ങളെ പിന്നാലെ കൂടി നിങ്ങളെ ശല്യം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളുടെ തലമുടി ഫുള്ളായി പഠിച്ചു കളഞ്ഞാൽ പിന്നെ അവന്റെ ശല്യം ഉണ്ടാവൂല. അവൻ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ശല്യം ചെയ്യാൻ വരൂല. ഈ സമയങ്ങളിലല്ലാതെ നിങ്ങളുടെ തലമുടി പഠിച്ചു കളയരുത് കേട്ടോ. എന്നാൽ ഉമ്മമാരെ, നിങ്ങളോട് ഇസ്ലാം പറഞ്ഞ നിയമങ്ങളെ കൂട്ടത്തിൽ ഇസ്ലാം പറഞ്ഞില്ലേ, നഖം കളയണം. വെള്ളിയാഴ്ച നഖം കളയൽ പ്രത്യേകം സുന്നത്താണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ചില മനുഷ്യന്മാരുണ്ട്, വെള്ളിയാഴ്ച ആയാലും കണക്ക്, ഏത് ദിവസം ആയാലും കണക്ക്, അങ്ങനെ ഉണ്ടല്ലോ. ആഴ്ചയിൽ 2 ദിവസം നഖം വെട്ടാൻ നല്ല ഉത്തമമായ ദിവസമാണ്. ഒന്ന് വ്യാഴാഴ്ച. ഇന്ന് ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് നഖം വെട്ടിയവർ, മുടി കളഞ്ഞവർ? വ്യാഴാഴ്ച സുന്നത്തിന്റെ ദിവസമാണ്. ഇനി അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമഅക്ക് പോകുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച രാവിലെ, അതും നഖം വെട്ടാൻ മുടി കളയാൻ സുന്നത്താണ്. എന്നാൽ ഈ നഖം വെട്ടിയിട്ട് എന്താ ചെയ്യാ, മുടി കളഞ്ഞിട്ട് എന്താ ചെയ്യാ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നഖം വെട്ടിയിട്ട് എന്ത് ചെയ്യണം, മുടി കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു പുരുഷൻ മുടി കളഞ്ഞാൽ, നഖം വെട്ടിയാൽ മറ്റുള്ളവർ കാണാതെ അതിനെ കുഴിച്ചിടുക എന്നത് സുന്നത്താണ്. കുഴിച്ചിടണോന്ന് പറഞ്ഞ കബറ് തോണ്ടണോന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നാട്ടിൽ വേറെ സ്ഥലം ഉണ്ടാവൂല. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം മറ്റുള്ളവരെ കാണാതെ അതിനെ മണ്ണുകൊണ്ടെങ്കിലും മറച്ചു വെക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പുരുഷന്മാരുടെ മുടി അങ്ങനെയാണ് ചെയ്യല് സുന്നത്ത്, പുരുഷന്മാരുടെ നഖം അങ്ങനെയാണ് ചെയ്യല് സുന്നത്ത്. എന്നാൽ പേരാൾ കണ്ണൂർ ഉറൂസിൽ ഇരുന്ന് എന്റെ വാല കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാല കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിൽപ്പെട്ട ഏത് ഭാഗത്തുള്ള രോമങ്ങളാണെങ്കിലും അത് മറ്റുള്ള അന്യ പുരുഷന്മാരെ കാണാതെ മറച്ചുവെക്കൽ നിർബന്ധമാണ്. പുരുഷന്മാർക്ക് സുന്നത്തേയുള്ളൂ. പക്ഷേ പുരുഷന്മാരുടെ ശരീരത്തിലുള്ള സ്വകാര്യ അവയവമില്ലേ, അവിടെയുള്ള രോമങ്ങൾ മറച്ചുവെക്കൽ നിർബന്ധമാണ്. അല്ലാത്ത രോമങ്ങളൊക്കെ മറവ് ചെയ്യൽ സുന്നത്തേയുള്ളൂ. അതേ സമയത്ത് ഉമ്മമാരെങ്ങനെയല്ല, സഹോദരിമാരെങ്ങനെയല്ല, അവരുടെ ശരീരത്തിൽപ്പെട്ട ഏത് ഭാഗത്തുള്ള രോമങ്ങളായാലും നഖങ്ങളായാലും അത് എടുത്തു കളഞ്ഞാൽ മറ്റുള്ള അന്യ പുരുഷന്മാർക്ക് കാണാൻ അവസരമുണ്ടാക്കാതെ അത് മറവ് ചെയ്യൽ നിർബന്ധമാണ്, അത് മൂടിവെക്കൽ നിർബന്ധമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നിയമമാണ്. ഇങ്ങനെ ഇസ്ലാം എത്ര നിയമങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇനി ഞാൻ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, കുപ്പായം ഇങ്ങനെ എന്താന്ന് പറയാ, മടച്ചു വെക്കുക, മടക്കി വെക്കുക, അതിനൊരു പണിയില്ലേ. കുപ്പായൊക്കെ കഴുകിയതിന് ശേഷം ഈ കഴുകി ഉണക്കി കൊണ്ടുവന്ന കുപ്പായം, ആ കുപ്പായൊക്കെ സ്ത്രീകൾ മടക്കി വെക്കും. എന്നാൽ അതിന് പുരുഷന്മാരും കൂടി മടക്കി വെക്കാൻ സഹകരിക്കണം കേട്ടോ. അങ്ങോട്ട് ഞാൻ പറയാം, ചില പുരുഷന്മാരൊക്കെ മനസ്സിലാക്കി എന്താന്ന് പറഞ്ഞാല് ഈ കഴുകിയ കുപ്പായൊക്കെ മടക്കി വെക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ അറിയൂന്ന്. അതിനിപ്പോ വലിയ ഒന്നും അറിയണമെന്നില്ല, എക്സ്പീരിയൻസ് വേണമെന്നില്ല. അത് പോയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കിയാൽ അതങ്ങ് മടങ്ങും. അതിന് കാവലിൽ പോയിട്ട് പോലെ ചൂടണമെന്നില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥതാ. അങ്ങനെയല്ലേ,
ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് പോല വീഴ്ത്തിയാൽ പോലക്കൊരു സ്വാദ് കിട്ടൂല, ദോശക്കൊരു സ്വാദ് കിട്ടൂല, അല്ലെങ്കിൽ ഇഡലി വെച്ചാൽ ഇഡലിക്കൊരു സ്വാദ് കിട്ടൂല. അതേസമയത്ത് ഇതങ്ങനെയല്ല. ഇത് കുപ്പായം കഴുകി ഉണക്കിയ കുപ്പായം, അത് ഫോൾഡ് ചെയ്യാൻ ആർക്കും കഴിയും, അത് മടക്കി വെക്കാൻ ആർക്കും കഴിയും. എന്നാൽ അത് ഉമ്മമാര് ചെയ്യുമ്പോ, ഓ ഉമ്മമാരെ, നിങ്ങൾ കഴുകി ഉണക്കിയ കുപ്പായം മടക്കി വെക്കും. ആ മടക്കി വെക്കുന്ന സമയത്ത് ചില ഉമ്മമാരുണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, രണ്ടാള് തമ്മിൽ മടക്കി വെക്കാണ്, അമ്മായും മരുമകളും വീട്ടിലുള്ള കുപ്പായൊക്കെ ഇങ്ങനെ മടക്കി വെക്കാണ്. മടക്കി വെക്കുമ്പോ ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു. ആരാന്റെ ഗീബത്ത് പറഞ്ഞിട്ടാണ് കഴുകിയ ഉണക്കിയ കുപ്പായം മടക്കി വെക്കുക? പാടില്ലേ ഉമ്മമാരെ? ആ കുപ്പായത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. കുപ്പായം കഴുകി ഉണക്കിയ കുപ്പായം മടക്കി വെക്കുമ്പോ ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. ഗീബത്ത് എപ്പോഴും പാടില്ല, നമീമത്ത് എപ്പോഴും പാടില്ല. പക്ഷേ കുപ്പായം മടക്കി വെക്കുന്ന സമയത്ത് പറയേണ്ടുന്ന ഒരു വാചകമുണ്ട്. അത് പറയൽ സുന്നത്താണ്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് ഞാനത് പ്രത്യേകം പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്. എന്താണ് കുപ്പായം മടക്കി വെക്കുമ്പോ ചൊല്ലേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ബിസ്മില്ലാ. കുപ്പായം മടക്കി വെക്കുമ്പോ ബിസ്മിയും ചൊല്ലിയിട്ടാണ് കുപ്പായം മടക്കി വെക്കേണ്ടത്. അത് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ ധാരാളം നിയമങ്ങളുണ്ട്. 1-2 നിയമങ്ങളല്ല. സ്വർണം, ആ സ്വർണവും വെള്ളിയും പുരുഷന്മാർക്ക് ഉപയോഗിക്കൽ ഹറാമാണ്. അതേ സമയത്ത് സ്വർണം സ്ത്രീകൾക്ക് ഉപയോഗിക്കൽ ഹലാലാണ്, വെള്ളിയും സ്ത്രീകൾക്ക് ഉപയോഗിക്കൽ ഹലാലാണ്. അതേ സമയത്തോ സ്വർണവും വെള്ളിയുമാകുന്ന ആഭരണം പുരുഷന്മാർക്ക് ഹറാമാണ്. ഇത് പറഞ്ഞ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. പക്ഷേ വെള്ളിയുടെ ആഭരണം ഹറാമായ പുരുഷന്മാർക്ക് തന്നെ വെള്ളിയുടെ മോതിരം ധരിക്കാം. വെള്ളിയുടെ മോതിരം ധരിക്കാം. ആ ധരിക്കൽ പുരുഷന്മാർക്ക് അനുവദനീയമാണ്. പക്ഷേ 2 നിബന്ധനയുണ്ട്. ഏതാണ് 2 നിബന്ധന? അതിൽ ഒന്നിനേക്കാളും കൂടുതലാകാൻ പാടില്ല. മറ്റൊന്ന്, ആ ഉള്ള ഒന്ന് തന്നെ അമിതമാകാൻ പാടില്ല, ഇസ്റാഫിലേക്ക് വരാൻ പാടില്ല. ഇനി ഒന്നിലധികം ഉണ്ടായാലോ, അല്ലെങ്കിൽ ഒന്ന് തന്നെ ഇസ്റാഫാകണ രൂപത്തിൽ ഓവറായി പോയാലോ, എങ്കിൽ അത് ഹറാമാണ് എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ചില ആളുകളെ ബെർലിലേക്ക് നോക്കിയാലോ, ഒരു കയ്യിൽ തന്നെ ഓരോ ബെർലിൽ ഓരോ മോതിരം. അങ്ങനെ 5 വിരലുണ്ടെങ്കിൽ 5 മോതിരം ധരിക്കൽ പുണ്യമാണെന്ന് എവിടെയാണുള്ളത്? നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. 5 മോതിരം ഇട്ടപ്പോഴേക്ക് വലിയായി പോയി എന്ന് തെറ്റിദ്ധരിക്കവരുണ്ട്. ഇല്ലട്ടോ. അതേ സമയത്ത് വലിയ വലിയ മഹാന്മാര് നോക്കൂ നിങ്ങൾ, അവരുടെ കൈ വിരലിൽ ഒരേ മോതിരമാണ് കാണുന്നത്. എന്തേ കാരണം? എല്ലാ പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? അല്ലാഹു അഅലം. പക്ഷേ പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്നിലധികം മോതിരം ധരിക്കുന്നത് അല്ലാഹു വിലക്കിയതാണ്. അപ്പൊ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർ, അവർ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ മോതിരം ധരിക്കുമ്പോ അത് സുന്നത്താകണമെങ്കിലോ, പുരുഷന്മാർക്ക് വെള്ളിയുടെ മോതിരം ധരിക്കുമ്പോ അത് സുന്നത്താകണമെങ്കിൽ ആ മോതിരം എവിടെയെങ്കിലും ധരിച്ചാ പോരാ. പിന്നെ എവിടെയാണ് ധരിക്കേണ്ടത്? ഒന്നിരിക്കലോ വലത് കൈയുടെയോ ഇടത് കൈയുടെയോ അതേ ചെറുവിരൽ,
ആ ചെറുവിരലിൽ ഇട്ടാൽ മാത്രമേ മോതിരം ധരിച്ച വെള്ളിയുടെ മോതിരം ധരിച്ച സുന്നത്ത് കിട്ടൂ. അത് വലത്തെ കൈയിന്റെ ചെറുവിരലിലായാലും സുന്നത്ത് കിട്ടും, ഇടത്തെ കൈയിന്റെ ചെറുവിരലിലായാലും സുന്നത്ത് കിട്ടും. ചെറുവിരൽ അല്ലാത്ത മറ്റുള്ള വിരലുകളിലാണെങ്കിലോ അത് സുന്നത്തല്ലാന്ന് മാത്രമല്ല കറാഹത്താണ് എന്ന് പോലും ചില പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കിതാബുകളിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലും ഉള്ളതുപോലെ ഈ മോതിരത്തിന്റെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ പിന്തുടരേണ്ടുന്നത് സൂക്ഷ്മതയാണല്ലോ. അവ വലത്തെ കൈയിന്റെ ചെറുവിരലിലേക്ക് ഇടൽ സുന്നത്താണ്, ഇടത്തെ കൈയിന്റെ ചെറുവിരലിലും ഇടൽ സുന്നത്താണ്. പക്ഷേ ഏറ്റവും നല്ലത് ഇടത്തെ കൈയിന്റെ ചെറുവിരലിൽ ഇടുന്നതിനേക്കാളും വൽ അഫ്ളലു ഏറ്റവും ഉത്തമമായത് വലത്തെ കൈയിന്റെ ചെറുവിരലിൽ ഇടലാൽ. ഇരിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം? പരിശുദ്ധ ഇസ്ലാം എല്ലാം പഠിപ്പിച്ച മതമാണ്, ഇസ്ലാം എല്ലാം സൂചിപ്പിച്ച മതമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലേക്ക് മടങ്ങി വരികയാണ്. സൂറത്തു അൽ-ഹാഖ. ആ അൽ-ഹാഖയിൽ അല്ലാഹു തആല രണ്ട് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി. ഒന്ന് സമൂദ്, രണ്ട് ആദ്. അതിൽ സമൂദ് എന്ന വിഭാഗത്തെ അല്ലാഹു തആല നശിപ്പിച്ചു. അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ പ്രതീകമായ ഒട്ടകത്തെ അറുത്തു. അപ്പൊ അല്ലാഹു തആല അവരെ നശിപ്പിച്ചത് എങ്ങനെയാണ്? നശിപ്പിച്ചത് ഒരു ശബ്ദം അയച്ചിട്ടാണ്. എന്നാൽ ആ റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചവരില്ലേ, അതേ ആദ് ഗോത്രമില്ലേ, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയല്ലേ ആദ്. ആ ആദ് സമൂഹമോ അവരെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാണ്? ബിറീഹിൻ സ്വർസ്വരിൻ ആതിയാ. ഒരു കൊടുങ്കാറ്റ് അയച്ചിട്ടാണ് അല്ലാഹു തആല അവരെ നശിപ്പിച്ചത്. ആ കൊടുങ്കാറ്റ് എത്ര കാലമാണ് അവർക്കിടയിൽ ഉണ്ടായത്? അതും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ. 7 രാത്രികൾ 8 ദിവസങ്ങൾ ആ കൊടുങ്കാറ്റ് അവരിൽ ഉണ്ടായി. തുടരെയായി, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായില്ല. തുടരെയായി ആ 8 പകലും 7 രാത്രിയും ആ കൊടുങ്കാറ്റ് ആദ് സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചു. ആ കൊടുങ്കാറ്റ് കാരണം ഓ ചെറുപ്പക്കാരെ, ഖുർആൻ പറഞ്ഞില്ലേ, ഫതറൽ ഖൗമ ഫീഹാ സ്വറആ. ആ ആദ് സമൂഹം അവർ മരിച്ചു കിടക്കുകയാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവരതാ മരിച്ചു കിടന്നു. ഏതുപോലെ? കഅന്നഹും അഅജാസു നഖലിൻ ഖാവിയ. ഈത്തപ്പനമുണ്ടല്ലോ, ആ ഉണങ്ങിയ ഈത്തപ്പനത്തിന്റെ അവശിഷ്ടങ്ങളെ പോലെ ആദ് സമൂഹത്തിന്റെ ശരീരങ്ങൾ മരിച്ചു കിടക്കുന്നു. എന്നിട്ടോ ആ മരിച്ചു കിടക്കുന്ന ഒറ്റ ശരീരവും ഒരാൾക്കും കാണാൻ കഴിയുന്നില്ല. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഫഹൽ തറാ ലഹും മിൻ ബാഖിയാ. അതേ, ആ ആദ് സമൂഹത്തിൽപ്പെട്ട ഒരാളെയും അല്ലാഹു ബാക്കി വെച്ചില്ല. ഒരാളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആകെ കാണാൻ കഴിഞ്ഞതോ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും. അവരുടെ വീടുകൾ മാത്രം അവിടെ ബാക്കിയുള്ളൂ. ആ വീട്ടിൽ അവരെ കാണുന്നില്ല. അവരുടെ ശരീരങ്ങളോ അതേ അല്ലാഹു തആല കടലിലോട്ട് വലിച്ചെറിഞ്ഞു. ആദ് സമൂഹത്തിൽപ്പെട്ട ഒരു ശരീരത്തെയും അല്ലാഹു തആല ബാക്കി വെച്ചില്ല. ചെറുപ്പക്കാരെ,
ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹനെ ധിക്കരിക്കാൻ പാടില്ല. എന്റെ വാല കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹുവിനെ മറന്ന് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. എത്ര മഹാന്മാര്. അതുകൊണ്ടല്ലേ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടികളെ കാര്യം നന്നായി ശ്രദ്ധിക്കണം. ഇനിയുള്ള കാലം മക്കളുടെ കാര്യം വലിയ ബേജാറാണ്. ബാപ്പക്ക് ഖബറിൽ ഉപകരിക്കുന്ന മോനായില്ല എന്ന് കണ്ടാൽ, ഉമ്മാക്ക് ഖബറിൽ ഉപകരിക്കുന്ന മോളായില്ല എന്ന് കണ്ടാൽ, ബാപ്പ മക്കളുണ്ടായിട്ട് എന്ത് കാര്യം, ഉമ്മ മക്കളുണ്ടായിട്ട് എന്ത് കാര്യം? അതുകൊണ്ടല്ലേ സയ്യിദ് ഇബ്നു ജദ്ആൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി, ആ സ്വഹാബിക്ക് മരണം ആസന്നമായപ്പോ ആ സ്വഹാബി തന്റെ മോനോട് പറഞ്ഞു. അങ്ങനെയാണ്, അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി മരിക്കാൻ കിടക്കുകയാണ്. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ മോനെ വിളിച്ചിട്ട്, മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് തന്റെ മോനോട് പറഞ്ഞു, മോനെ, ഇന്നി മൂസീക ബിവസിയ, എനിക്ക് നിന്നോട് ചില വസിയത്ത് നടത്താനുണ്ട്. ആ വസിയത്ത് ഫഹ്ഫദ്ഹാ, ബാപ്പയായ ഞാൻ മരിക്കാൻ പോകുന്നു മോനെ, അതുകൊണ്ട് നീ എന്റെ വസിയത്ത് ശ്രദ്ധിക്കണം. ഞാൻ നിന്നോട് മരിക്കുന്ന സമയത്ത് നടത്തുന്ന വസിയത്ത് അനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് മഹാനവരുകൾ പറയുന്ന വസിയത്ത് ഏതാണ്? ഒന്നാമത്തെ വസിയത്ത്, ഓ എന്റെ പൊന്നുമോനെ, ഇത്തഖില്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മോനാകണം, നല്ല തഖ്വയോടെ ജീവിക്കുന്ന മോനാകണം. എന്നിട്ട് മഹാനവരുകൾ തന്റെ മോനോട് പറയാണ്, വഇനിസ്തതഅത അൻ തകൂന ഖൈറൻ മിൻക അംസി വഗദൻ ഖൈറൻ മിൻകൽ യൗം ഫഫഅൽ. മോനെ, ഇന്നലത്തേക്കാൾ നിനക്ക് ഇന്ന് നല്ലവനാകാൻ കഴിയുമോ? അങ്ങനെയാകണം. ഇന്നത്തേക്കാൾ നിനക്ക് നാളെ കൂടുതൽ നല്ലവനാകാൻ കഴിയുമോ? എന്നാൽ അങ്ങനെയാകണം. നിന്റെ ഓരോ ദിവസങ്ങൾ കൂടുന്തോറും നീ നല്ലവൻ ആയിക്കൊണ്ടേ പോകണം. ഇന്നലത്തേക്കാൾ ഇന്ന് നീ നന്നാകണം. ഇന്നത്തേക്കാൾ നാളെ നല്ലവനാകണം. നാളത്തേക്കാൾ മറ്റന്നാള് നല്ലവനാകണം. മഹാനവരുകൾ മോനോടിങ്ങനെ ഉപദേശിക്കുകയാണ്. എന്തൊരു ഉപദേശമാണ്! മക്കളെ വിളിച്ചിട്ട് പൊന്നുമോനെ എന്ന് സൗമ്യമായ ഭാഷയിൽ മക്കളോട് പറഞ്ഞാലോ മക്കളത് കേൾക്കും, മക്കളത് ഉൾക്കൊള്ളും. അതുകൊണ്ട് മഹാനവരുകൾ വഫാത്താകുമ്പോ, പൊന്നുമോനെ, ഇന്നലത്തേക്കാൾ നിനക്ക് ഇന്ന് നല്ലവനാകാൻ പറ്റുമെങ്കിൽ നീ നല്ലവനാകണം. ഇന്നത്തേക്കാൾ നാളെ നിനക്ക് നല്ലവനാകാൻ പറ്റുമോ? നല്ലവനാകണം. നാളത്തേക്കാൾ മറ്റന്നാൾ നല്ലവനാകാൻ പറ്റുമോ? എന്നാൽ നല്ലവനാകണം. എന്നിട്ട് മോനോട് മഹാനവരുകൾ ഒരു വസിയത്ത് ചെയ്യാണ്. എല്ലാ ബാപ്പമാരും മക്കളോട് ചെയ്യേണ്ടുന്ന ഒരു വസിയത്താണ്. എല്ലാ ഉമ്മമാരും മക്കളോട് ചെയ്യേണ്ടുന്ന ഒരു വസിയത്താണ്. ഏതാണ് വസിയത്ത് എന്നറിയോ? മോനെ, നീ കൂടുതൽ കാണുന്നതിലൊക്കെ ആഗ്രഹം വെച്ച് നടക്കുന്നവനാകണ്ട. ഈ ആർത്തി, കൊതി, കൊതി നിറഞ്ഞു. കൊതി ഇവിടെ പറയാനെ കൊതി എന്നറിയും അല്ലേ? ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. വേറൊരുത്തന് കാണുന്ന പിന്നൊരുത്തൻ തിന്നും ഇങ്ങനെ നോക്കിയിരിക്കാനും പാടില്ല. അങ്ങനെ ചില മനുഷ്യന്മാർക്ക് ഒരു സൂക്കേടുണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട്. വേറൊരുത്തൻ തിന്നുമ്പോൾ ഒന്നാ ഞങ്ങളവിടെ ഇരുന്നിട്ട് തിന്നണം, അല്ലാതെ ഇങ്ങനെ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ എന്ത്. അപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ നിന്നെങ്കിൽ ഞങ്ങൾ പറയും, എന്തല്ല നോക്കടേ, കൊതിട്ടണ്ട, കൊതിയിട്ടിട്ടുണ്ടെന്നറിയും. അതിനുണ്ട്. പിന്നെ കൊതിയെടുക്കാൻ ഭയങ്കര പ്രയാസം. പിന്നെ പഴയ ഉമ്മമാരൊക്കെ ഉണ്ട്, കൊതിയെടുക്കുന്ന ഉമ്മമാരുണ്ട്. അങ്ങനെയല്ല ഉണ്ട്, കൊതിയെടുക്കുന്ന. അതിനൊരു പ്രത്യേക മന്ത്രമുണ്ട്. ഓൻ തിൻ്റെതെല്ലാം പുറത്തേക്ക് തന്നെ പോകുന്നത്. എന്തേ കാരണം? ആരാമാ കൊതി തട്ടിന് എവിടെ തിന്നുമ്പോ സമയത്ത് അവിടുത്തെ ഇങ്ങനെ ഇങ്ങനെ ബായി തൊള്ള തുറന്നിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇങ്ങനെ നോക്കിയിരിക്കണം, കൊതി തട്ടും. അതുകൊണ്ട് തിന്നുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കാം. ഒന്നിരിക്കലും കൂടെ ഇരുത്തി അവന് ഭക്ഷണം ഒന്നിച്ചു കൊടുക്കണം. അല്ലാതെ ഓൻ തിന്നാതെ ഓ ഇങ്ങനെ കൈയും കെട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം പറ്റില്ല. അതുപോലെ കൊതി തട്ടും ചിലപ്പോ. അള്ളാഹു നല്ല ബോധം തരട്ടെ. അങ്ങനെയുണ്ട്. എന്നാൽ കണ്ടു കാണുന്ന മക്കളോട് നൽകേണ്ടുന്ന ഉപദേശമാണ്.
മഹാനവരുകൾ തന്റെ മോനോട് മരിക്കണ സമയത്ത് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒന്ന് തഖ്വ വേണം, രണ്ടാമത്തത് കൂടുതൽ കൊതി കാണിക്കണ്ട, കിട്ടുന്നതിലൊക്കെ കൊതി അതും വേണം. ഇത് ഇന്നത്തെ ഒട്ടുമിക്ക മക്കൾക്കും എന്താണെന്നറിയോ? ഒട്ടുമിക്ക മക്കൾക്കും കൊതി തന്നെ. കാണുന്നതിലൊക്കെ വേണം, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, എല്ലാം വേണം തന്നെ. എന്തേ കാരണം എന്നറിയോ? ഓന്റെ ഉപ്പ അങ്ങനത്തെ തന്നെ, ഓന്റെ ഉമ്മയും അങ്ങനത്തെ തന്നെ. ഉമ്മ ഏതെങ്കിലും ഒരു പുരക്ക് പോയിട്ട് ഒരു സോഫ സെറ്റ് കണ്ടാൽ പിന്നെ പുരൽ വന്നിട്ട് ഭർത്താവിനോട് ഉമ്മ പറയും, പാത്തുമ്മാന്റെ പുരലുണ്ട് ആ സോഫ, ഞങ്ങൾക്ക് വേണോവാ. അത് ഭർത്താവിന്റെ കയ്യിൽ പാവം 3 നേരം ചോറ് കൊടുക്കുന്നതിന് കഷ്ടത്തിൽ ഇയാൾ എത്ര കടായിനറിയോ? എന്താ കാരണം? ഇയാൾക്ക് ശമ്പളം കിട്ടാതെ കുറെ ആയി. അപ്പൊ ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നതിന് വലിയ പ്രയാസത്തില് 3 നേരം അതിനെന്നെ പൈസ ഇല്ല. പിന്നല്ലേ അപ്പുറത്തെ ഫാത്തിമാന്റെ പുരന്ന് കണ്ട അതുപോലത്തെ ഒരു സോഫ എന്റെ പുരൽ വേണമെന്ന് ഈ ആയിഷ വന്നിട്ട് ഭർത്താവിനോട് വാശി പിടിക്കുകയാണ്. ഇതാര് കാണുന്നു? മക്കള് കാണുന്നു. ഉമ്മ കാണുന്നതെല്ലാം വേണമെന്ന് ഉമ്മാക്ക്. ഉപ്പക്കും അതേ തന്നെ. അപ്പുറത്തെ ഒരാൾ കാറെടുത്താല് ഉപ്പക്കും അതുപോലത്തെ ഒരു കാറ് വേണം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എന്ത് നിങ്ങൾക്ക് കാറ് വേണമെന്ന്? ഇന്ന് ബസ്സിൽ പോയിക്കൂടെ? അല്ലെ, ഉണ്ടെങ്കിൽ വാങ്ങപ്പ. ഈ കടകെട്ടാക്കിയിട്ട് എന്തിനു വാങ്ങുന്നറിയോ? അപ്പുറത്തെ പുരക്കാരന് ഒരു കാറുണ്ട്, ഓൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാറിൽ പോകുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് ഓൻ്റെ കാറ്, ഓൻ എന്നെ എണ്ണ എടുക്കണമെന്നു, ഓൻ എന്നെ വണ്ടി ഓടിക്കുന്നതും അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നെങ്കിലും ശരിയാക്കുന്നു ഓൻ തന്നെ, ഒക്കെ ഓൻ തന്നെയാണ്. പിന്നെ എനിക്കെന്തേ കാണാൻ പറ്റാത്തത്? അതിന് പറയുന്നത് എന്തറിയാ? നഞ്ചി എന്ന് പറഞ്ഞതിന്. നിങ്ങൾ കരുതിയ കാലി അയില മാത്രം നഞ്ചീന്നാ? അത് ശരി. അയില തിന്നാൻ വെക്കുമ്പോൾ പറയുന്നു അയില തിന്നണ്ട നഞ്ചീന്ന്. മുറിയുള്ള ആളുകൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല, പറയുന്നില്ല ഇവിടെ പറയുന്നത് അങ്ങനെയുണ്ട്. മുറിവുള്ള ആളുകളാണെങ്കിൽ അയില തിന്നണ്ട നഞ്ചി. അയിലക്ക് മാത്രമല്ല, അയിലനേക്കാളും വലിയ നഞ്ചി മനുഷ്യന്. ഇത് തിന്നുന്ന മനുഷ്യൻ തന്നെ നഞ്ചി, ഒന്നും നാട്ടുന്നില്ല. എന്നാൽ വർക്ക് തൂങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, മക്കളോട് എപ്പോഴും പറയേണ്ടുന്ന ഉപദേശം, കാണുന്നതെല്ലാം ആഗ്രഹിക്കുന്ന സ്വഭാവം പാടില്ല. മഹാനവരികൾ വഫാത്താകുന്ന സമയത്ത് മോനോട് പറഞ്ഞു, മോനെ നീ കാണുന്നതെല്ലാം ആഗ്രഹിക്കുന്നവനാകാൻ പാടില്ല, കാണുന്നതെല്ലാം നിനക്ക് വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. എന്തേ കാരണം? ഫഇന്നഹു ഫഖ്റുൻ ഹാദിർ, അതുകൊണ്ട് നിനക്ക് ദാരിദ്ര്യമുണ്ടാകും കേട്ടോ. ഓ ഉമ്മമാരെ, കാണുന്നതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വൈകാതെ തന്നെ ദാരിദ്ര്യം വന്നു പോയി. ഇതുപോലെ പുരുഷന്മാരെ, നിങ്ങൾക്ക് കാണുന്നതെല്ലാം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ വാങ്ങാൻ പൈസ ഉണ്ടാക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ, ഇല്ലെങ്കിലും നമ്മളത് ആഗ്രഹിച്ചാലോ ചിലപ്പോൾ അത് വാങ്ങുമ്പോ നമ്മൾ ചിലപ്പോൾ കടം വാങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. പിന്നെ ലോൺ അടക്കാൻ കഴിയില്ല, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആകെ ഉള്ളതൊരു വീട് മാത്രമാണ്. ആ വീട് ബാങ്കുകാരൻ വന്ന് ജപ്തി ചെയ്തു പോയി, അല്ലെങ്കിലോ കടം വാങ്ങിയവന് കടം തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നീട് വീട് വിറ്റിട്ടാണ് കടം തിരിച്ചു കൊടുക്കേണ്ടത്. ഇവൻ പാപ്പർ സൂട്ടായി പോയി, ഇവൻ ദരിദ്രനായി പോയി. ഇതുപോലെ മഹാനവരുകൾ തന്റെ മോനെ ഉപദേശിക്കുകയാണ്, മോനെ വഅലൈക ബിൽ ഇയാസ്, ജനങ്ങളെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കണ്ട, ജനങ്ങളെ കയ്യിലുള്ളത് നീ ആശ മുറിഞ്ഞവനാകണം, ജനങ്ങളെ കയ്യിലുള്ളത് വേണമെന്ന് നീ വാശി പിടിക്കണ്ട. അങ്ങനെയുണ്ട് ചില ചെറുപ്പക്കാർക്കൊക്കെ ഒരു സ്വഭാവം, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരുത്തന്റെ കയ്യിൽ ഐഫോൺ കണ്ടാൽ മതി, എന്റെ കയ്യിലും ഐഫോൺ വേണം. ഇപ്പോ ഓന്റെ കയ്യിൽ ഐഫോൺ ഉണ്ടായിരുന്നു, പഴയ ഐഫോൺ. ഇപ്പൊ പുതിയൊരു ഐഫോൺ ഇറങ്ങിയില്ലേ? ഇറങ്ങിയ ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്റെ കയ്യിലുള്ളത് പഴയ ഐഫോൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പുതിയ ഐഫോൺ ഇറങ്ങിയില്ല. എന്താ എന്റെ പേര്? എന്താണ് പുതിയ ഐഫോണിന്റെ പേര് പറയപ്പ? ഉപ്പാപ്പ പറയണ നോക്കിയാന്ന്. നോക്കിയ പോയിട്ട് കാലത്രയായി.
ഞങ്ങളോടല്ല ചോദിക്കണേ, പേരമക്കളോടാ ചോദിക്കണേ, പുള്ളിമാരോട്. ഇപ്പത്തെ പുതിയ ഐഫോൺ ഏതാ റബ്ബേ ഒന്ന് പറയും മനുഷ്യൻ, വേം പറയും. 11:15 ഞാൻ എൻ്റെ വാത് നിർത്തും, 11:30 ആകുമ്പോഴേക്കും വേർന്നിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആടും വേണം. വേം പറയും. ഒന്ന് നിങ്ങൾ തന്നെ പറയും, ഇങ്ങപ്പ അതിൻ്റെ ആള് എന്ന് പറയും മോനെ. എന്താ പറ? 14 Pro കണ്ട. അപ്പൊ ഒരു ബാല്യക്കാരന് പിന്നൊരു ബാല്യക്കാരന്റെ കയ്യിൽ ഐഫോണിന്റെ 14 Pro കണ്ട്. അപ്പൊ ഓനക്ക് ഒരാഗ്രഹം, അങ്ങനെ എന്നെ വീണു. സുബ്ഹാനല്ലാഹ്. പിറ്റത്തെ ആഴ്ച നോക്കുമ്പോ ഓന്റെ കയ്യിൽ ഐഫോൺ Pro. ഇപ്പൊ പിന്നെ സകല അലവലാദികളെ കയ്യിൽ ഐഫോൺ Pro. എല്ലാരും കയ്യിൽ ഐഫോൺ. എന്നിട്ടോ ഇത് നടക്കുന്ന എങ്ങനെ അറിയോ? ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തന്നെ നടക്കുന്നത്. പണ്ടത്തോരൊക്കെ എന്താന്ന് പറഞ്ഞാല്, പണ്ടത്തോരൊക്കെ മൊബൈൽ കീശയിൽ വെച്ച് നടക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞത്, ഈ ആപ്പിളിന്റെ കഷ്ണല്ലേ, മുറിച്ച ആപ്പിൾ, ഇങ്ങനെ കടിച്ച ആപ്പിളിന്റെ ചിത്രം കാണണോ, കണ്ട മനസ്സിലാവും ഐഫോൺ. എന്നാൽ അത് നല്ല സ്വഭാവമല്ല. മകനോട് മഹാനവരുകൾ വഫാത്താകാൻ കിടക്കുന്ന സമയം മോനോട് പറഞ്ഞു, മോനെ ജനങ്ങളെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കണ്ടടാ. അങ്ങനെയാണെങ്കിലോ അല്ലാഹു നിന്നെ സമ്പന്നനാക്കും, അല്ലാഹു നിനക്ക് മനസ്സിന് സമാധാനം തരും. ജനങ്ങളെ കയ്യിലുള്ളതിനെ തൊട്ട് നീ ആശ മുറിഞ്ഞവനാകണം. നീ അല്ലാഹുവിലുള്ളതിനെയാണ് ആശിക്കേണ്ടത്, റബ്ബിന്റെ അരികിലുള്ളതിനെയാണ് ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അല്ലാഹു തആല നിനക്ക് സമാധാനം തരും. എന്നിട്ടോ മകനോട് മഹാനവരകൾ ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വഇയ്യാക വകുല്ല ശൈഇൻ യുഅ്തദറു മിൻഹു. ഒരിക്കലും കാരണം പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവം നിനക്കുണ്ടാകാൻ പാടില്ല. ബാപ്പ മോനെ ഉപദേശിക്കുകയാണ്, മോനെ ഒരിക്കലും കാരണം പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവ മകനെ ഉപദേശിക്കുന്നു. മോനെ ഇദാ ഖുംത ഇലാ സ്വലാത്തിക, എൻ്റെ മകൻ നിസ്കാരത്തിന് എണീറ്റ് നിന്നാൽ ഫസ്വല്ലി സ്വലാത്തൽ മുവദ്ദിഇ, മോനെ ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നീ നിസ്കരിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഇതിന് ശേഷം ഇനി ഒരു നിസ്കാരം നിനക്കുണ്ടാകാൻ സാധ്യതയില്ല. ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഓ വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, വാല് പറയുന്ന മുസ്ലിയാറായ ഞാൻ, ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ വാളാണെന്ന് കരുതിയിട്ട് വേണം ഞാൻ വാള് പറയേണ്ടത്. നാളത്തെ വേറെ ഉറൂസിന്റെ സദസ്സിൽ വാള് പറയാൻ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇതുപോലെ ഇന്നത്തെ സദസ്സിൽ ഇരിക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകളെ, ഇത് നിങ്ങളുടെ അവസാനത്തെ സദസ്സാണെന്ന് കരുതിയിട്ട് വേണം നിങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് എണീറ്റ് പോകാൻ തോന്നൂല. എല്ലാ സദസ്സിലും ഇടയ്ക്ക് എണീറ്റ് പോകുന്നവരുണ്ടാകും. യഥാ കുറെ ആളുകളുണ്ടാകും. ചില ആളുകൾ ഇടയ്ക്ക് പോകും. ചില ആളുകൾക്കൊരു വാശി, 11 മണിന്റെ അപ്പുറം പോകാൻ പാടില്ല. 11 മണിയായാൽ മൊയ്ലിയാര് നിർത്തിയില്ലെങ്കിലും ഞാനങ്ങ് പോകും, വാശിയാണ്. വേറെ ചില ആളുകൾ ഒരു കാരണവുമില്ലെങ്കിൽ ഇടയ്ക്കെണീറ്റ് പോകും. അവസാനം ദുആ കഴിയുന്നത് വരെ ഇരിക്കാൻ അല്ലാഹു കുറഞ്ഞ ആളുകൾക്കല്ലേ ഭാഗ്യം കിട്ടുക. ഏത് വാലിന്റെ സദസ്സിൽ പോയി ഇരിക്കുമ്പോഴും ഇത് എൻ്റെ അവസാനത്തെ സദസ്സെന്ന് കരുതിയിട്ട് വേണം ഇരിക്കാൻ. നാലത്തെ വാലിന്റെ സദസ്സിലേക്ക് വരാൻ ഞാനുണ്ടാകുമോ? പ്രതീക്ഷിക്കാം, പക്ഷേ നടന്നുകൊള്ളണമെന്നില്ലല്ലോ. ആ രൂപത്തിൽ സ്വന്തം മകനെ ബാപ്പ ഉപദേശിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മക്കളെ നാം ഉപദേശിക്കണം. ആ മക്കളെ നമ്മൾ നന്നാക്കി എടുക്കണം സുഹൃത്തുക്കളെ. എന്നിട്ടോ നല്ല തഖ്വയിലുള്ള ജീവിതം കാഴ്ചവെക്കണം. എന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറയണം. ഞാൻ എൻ്റെ വാല് ചുരുക്കട്ടെയോ?
റജബ് 27 രാവ് അടുക്കുകയാണ്. ഈ വരുന്ന 18 രാത്രി റജബ് 27 രാവാണ്. ഈ വരുന്ന 19 തീയതി റജബ് 27 പകലാണ്. സുന്നത്തായ നോമ്പിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പല പണ്ഡിതന്മാരും സുന്നത്താണെന്ന് പറഞ്ഞ നോമ്പാണ് റജബ് 27 നോമ്പ്. ആ റജബ് 27 രാവിനൊരു പ്രത്യേകതയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് പോയ രാവാണ്. നിസ്കാരം സമ്മാനമായി കിട്ടിയ രാവാണ്. ആ രാവിൽ സുബഹിക്ക് മുമ്പായി അത്താഴം കഴിക്കണം. എന്നിട്ടോ നീയത്ത് വെച്ചിട്ട് റജബ് 27 സുന്നത്ത് നോമ്പ് നോൽക്കണം. റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് നോറ്റാലോ കുതിബ ലഹു സവാബു സിയാമി 60 ശഹറാ. 60 മാസക്കാലം, 1-2 മാസങ്ങളല്ല. റജബ് 27 ഒറ്റ ദിവസം നോമ്പ് നോറ്റാൽ 60 മാസക്കാലം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹ് തന്നുപോയി എന്നല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ആ റജബിന്റെ 27 നോമ്പ് നോൽക്കുന്നവരാകണം ജീവിതത്തിൽ വന്ന പാപങ്ങൾ യജമാനനായ റബ്ബിനോട് ഏറ്റുപറയണം. എൻ്റെ മുഅ്മിനീങ്ങൾ ഒന്ന് എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നോളൂ. നമുക്കിവിടുന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഒറ്റക്കിരിക്കുമ്പോൾ ഓർക്കേണ്ടതെന്താണ്? ഓ ചെറുപ്പക്കാരാ, ഒറ്റക്കിരിക്കുമ്പോൾ കയ്യിലുള്ള മൊബൈലിലൂടെ ഹറാമ് കാണണമെന്ന ചിന്തയല്ല. വാല കേൾക്കുന്ന പെങ്ങളെ, ഒറ്റക്ക് റൂമിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അന്യനോട് മൊബൈലിലൂടെ ചാറ്റിംഗ് നടത്തണമെന്ന ചിന്തയല്ല. ഒറ്റക്കിരിക്കുമ്പോൾ ഈ നൗഫൽ സഖാഫി ചിന്തിക്കേണ്ടതുണ്ട്. ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന പലതുമുണ്ട്. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളില്ലേ, തെറ്റുകുറ്റങ്ങളില്ലേ? എന്റെ റബ്ബിനോട് ഞാൻ കാണിച്ച അരുതായ്മകളില്ലേ? അതാണ് ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ ഞാനങ്ങ് ചിന്തിക്കേണ്ടത്, അതാണ് ഞാനങ്ങ് നോക്കേണ്ടത്, അതാണ്. യൂനുസ് ഇബ്നു ഖബ്ബാബ് തങ്ങൾ പറഞ്ഞില്ലേ, മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിൽ അവ്വാബിൽ ഹഫീർ. യഥാർത്ഥത്തിൽ തെറ്റുകളുടെ പേരിൽ ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങുന്നവൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പ ഖുൽതു ബലാ, ഞാൻ പറഞ്ഞു മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനോട്, അതെ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഥാർത്ഥത്തിൽ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവൻ ആരാണ്? അർറജുലു യദ്കുറു ദംബഹു ഇദാ ഖലാ. ഒറ്റയ്ക്ക് കഴിയുമ്പോ ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്യാനല്ല തോന്നേണ്ടത്. വാല കേൾക്കുന്ന പെങ്ങളെ, ഹറാമ് കാണാനല്ല തോന്നേണ്ടത്, ഹറാമ് ചെയ്യാനല്ല തോന്നേണ്ടത്, ഹറാമ് ചിന്തിക്കാനല്ല തോന്നേണ്ടത്. അതേ ദക്കറദംബഹു ഇദാ ഖലാ. ആരും കാണാതെ ഒറ്റയ്ക്ക് കഴിയുമ്പോ ജീവിതത്തിൽ നാളിതുവരെയായി ചെയ്തു പോയ പാപങ്ങളില്ലേ, ആ പാപങ്ങളെ ഒന്ന് ഓർക്കണം, ആ തെറ്റുകളെ ഒന്ന് ഓർക്കണം. എന്നിട്ടോ ഒറ്റയ്ക്ക് ആരും കാണാതെ സദസ്സിൽ ജനങ്ങൾക്ക് മുന്നിൽ വാല് പറഞ്ഞു ദുആ ചെയ്യുമ്പോ എന്റെ കണ്ണ് നനഞ്ഞേക്കോ.
വഅലിന്റെ സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുമ്പോ നിങ്ങളെ കണ്ണ് നനഞ്ഞേക്കൂ. അപ്പോഴല്ല വഅൽ പറയുന്ന മുസ്ലിയാരുടെ കണ്ണ് നനയേണ്ടത്, വഅലിന്റെ സദസ്സിൽ വന്നിരുന്ന ഉമ്മാന്റെ കണ്ണ് നനയേണ്ടത്. ഓ ഉമ്മ, പെങ്ങളെ, നീയും നിന്റെ റബ്ബും മാത്രം കാണുന്ന നിന്റെ സ്വകാര്യ ജീവിതം, ആ സമയത്താണ് നിന്റെ പാപങ്ങൾ ഓർത്ത് തെറ്റുകൾ ഓർത്ത് നിന്റെ കണ്ണുകൾ നനയേണ്ടുന്നത് കേട്ടോ. അവരാണ് യഥാർത്ഥത്തിൽ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ടവൻ. ആ റബ്ബ് ഞങ്ങളെ കൈവിടൂല. ചെറുപ്പക്കാരാ, ഒരിക്കലും നീ നന്നാകൂല എന്ന് തെറ്റിദ്ധരിക്കണ്ടടാ. വയല കേൾക്കുന്ന പെങ്ങളെ, ജീവിതത്തിൽ കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ വന്നുപോയി, ഒരിക്കലും അല്ല നിന്നെ സ്വീകരിക്കൂല എന്ന് നീ തെറ്റിദ്ധരിക്കണ്ട മോളെ. അല്ല ഞങ്ങളെ പോലെ കാരുണ്യമില്ലാത്തവനല്ല, കാരുണ്യം കുറഞ്ഞവനല്ല. യജമാനനായ റബ്ബാരാണ്. വഹുവ അർഹമുർ റഹീമീൻ. സർവ കാരുണ്യം ചെയ്യുന്നവരെ കൂട്ടത്തിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്ന റബ്ബല്ലേ. ആ റബ്ബ് എത്ര വലിയ പാപിയാണെങ്കിലും അല്ല സ്വീകരിക്കാതിരിക്കില്ല, അല്ല പുറത്തു കൊടുക്കാതിരിക്കില്ല. എന്നിട്ടോ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരടിമയെ നരകത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകും. റബ്ബിന്റെ കാരുണ്യമൊന്ന് നോക്കൂ. ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രം ഉള്ള ഉമ്മമാരെ, ചിലപ്പോ ദുആ ചെയ്ത് 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 സങ്കടങ്ങളൊന്നും നീങ്ങാതെ വരുമ്പോ, ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ബാപ്പമാരെ, ദുആ ചെയ്ത് 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 അസുഖങ്ങൾ മാറാതിരിക്കുമ്പോ, എന്തേ എന്റെ റബ്ബ് എന്നെയൊന്ന് പരിഗണിക്കാത്തത്, എന്തേ എന്റെ റബ്ബ് എന്നെയൊന്ന് കണക്കിലെടുക്കാത്തത് എന്ന ഒരു ചിന്ത ചിലപ്പോ കൽബിൽ വന്നു പോകുമല്ലേ ഉമ്മ, കൽബിൽ വന്നു പോകുമല്ലേ ബാപ്പാ. ഇല്ല ഇല്ല, നിങ്ങളുടെ ആ സങ്കടം റബ്ബ് കാണാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ പ്രയാസം റബ്ബ് കാണാത്തത് കൊണ്ടല്ല. എല്ലാം അല്ല കണ്ടിട്ടുണ്ട്, റബ്ബ് കാണുന്നുണ്ട്. ഏതൊരാളെ പ്രയാസപ്പെടുത്താനും അല്ലാഹ്ക്ക് കഴിയും. ആ പ്രയാസങ്ങൾക്ക് പകരം യജമാനനായ റബ്ബിന്റെ കോടതിയിൽ വലിയ സ്ഥാനം അല്ല കൊടുത്തുപോയി. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞില്ലേ, ദുനിയാവിൽ കുറെ പ്രയാസങ്ങൾക്കിടയിൽ ജീവിച്ചു പോയ സഹോദരിമാർ, പുരുഷന്മാർ, നാളെ റബ്ബിന്റെ കോടതിയിൽ അവരെത്തിയപ്പോ അവർക്ക് അല്ലാഹു തആല പരലോകത്ത് വലിയ പവർ കൊടുത്തു, വലിയ കൊട്ടാരം കൊടുത്തു. എന്തിന്റെ പേരിലാണ് റബ്ബേ സ്വർഗത്തിൽ എനിക്ക് കൊട്ടാരം കിട്ടിയത്? ഞാൻ അത്രമാത്രം നിസ്കരിച്ചിട്ടില്ലല്ലോ. നിന്റെ നിസ്കാരത്തിലേക്ക് നോക്കിയിട്ടല്ല, നിന്റെ ഖുർആനോത്തിലേക്ക് നോക്കിയിട്ടല്ല, ജീവിതത്തിൽ നീ ചൊല്ലിയ തസ്ബീഹിലേക്ക് നോക്കിയിട്ടല്ല, ദിക്റിലേക്ക് നോക്കിയിട്ടല്ല, സ്വലാത്തിലേക്ക് നോക്കിയിട്ടല്ല. അതിലേക്ക് നോക്കിയിട്ടാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലെ കൊട്ടാരം കിട്ടാൻ വകുപ്പില്ല. അതേ സമയത്ത് ഉമ്മ, സ്വർഗത്തിൽ നിനക്ക് കൊട്ടാരം റബ്ബ് തന്നത് ദുനിയാവിൽ നീ സഹിച്ച ത്യാഗങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, സങ്കടങ്ങളില്ലേ, ശരീരത്തിന്റെ വേദനകളില്ലേ, പലരും നിന്നെ പലതും പറഞ്ഞില്ലേ, നിന്റെ കൽബ് പലതും വിഷമിപ്പിച്ചില്ലേ, നിന്റെ ഭർത്താവ് കാരണം നിന്റെ മനസ്സ് വേദനിച്ചില്ലേ, നിന്റെ ഭർത്താവിന്റെ ഉമ്മ കാരണം നിന്റെ മനസ്സ് വേദനിച്ചില്ലേ, നിന്റെ ഭർത്താവിന്റെ പെങ്ങള് കാരണം നീ കരഞ്ഞുപോയില്ലേ, അവർക്കൊന്നും നീ ഒരു മറുപടി കൊടുത്തില്ലല്ലോ. എന്റെ റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. എന്റെ ഭർത്താവ് എന്നെ തെറി പറഞ്ഞാലും, എന്റെ
എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് എന്നെ വേണ്ടാനായാലും, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് എന്നെ വേണ്ടാനായാലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ. ഇവർക്കൊന്നും നീ മറുപടി കൊടുക്കാതെ നീ നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് കരുതിയിട്ട് നീ ക്ഷമിച്ചിരുന്നിട്ടുണ്ടോ? സഹിച്ചിരുന്നിട്ടുണ്ടോ? അമ്മായിമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞപ്പോഴേക്ക് നീ മറുപടി കൊടുക്കാതെ ക്ഷമിച്ചിട്ടുണ്ടോ? നിന്റെ ഭർത്താവിന്റെ സഹോദരി നിന്നെ കുറ്റം പറഞ്ഞപ്പോഴേക്ക് ആ ഭർത്താവിന്റെ സഹോദരിക്ക് മറുപടി കൊടുക്കാതെ നീ മിണ്ടാതിരുന്നിട്ടുണ്ടോ? എന്നാൽ അതിന് പകരം നിനക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന കൊട്ടാരമാണ് കേട്ടോ. അല്ലാതെ ജീവിതത്തിൽ ചെയ്ത ഇബാദത്തിനല്ല, ജീവിതത്തിൽ സഹിച്ച ത്യാഗത്തിനാണ്, പ്രയാസത്തിനാണ്, കഷ്ടപ്പാടുകൾക്കാണ്, വിഷമങ്ങൾക്കാണ്. ഇതൊക്കെ കാണുമ്പോ അവിടുന്ന് പലരും കൊതിച്ചുപോയി എന്ന് ഇമാമിങ്ങൾ പറഞ്ഞില്ലേ? ഒരായുധമെടുത്ത് ശരീരം മുഴുവനും ഇഞ്ചിഞ്ചായി എന്നെ മുറിച്ചിരുന്നെങ്കിലും സാരമില്ലായിരുന്നു. കാരണം അത്ര കണ്ട് എനിക്ക് റബ്ബിന്റെ കോടതിയിൽ വലിയ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ എന്ന് അവിടുന്ന് കൊതിച്ചുപോയി. സുഹൃത്തുക്കളെ, റബ്ബിന്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ. നരകത്തിലേക്ക് അടിമയെ കൊണ്ടുപോകുമ്പോ ഈ അടിമ അവിടുന്ന് പറഞ്ഞുപോയി, അല്ലാഹുവേ, നിന്നെ കുറിച്ച് ഞാൻ ധരിച്ചത് ഇതല്ല അല്ലാ. ഞാൻ പാപിയാണ്, ശരിയാണ്. എന്റെ തെറ്റ് കാരണം നീ എന്നെ നരകത്തിലോട്ട് വലിച്ചെറിയുന്നു, ശരിയാണ്. പക്ഷേ നിന്നെ കുറിച്ച് ഞാൻ കരുതിയത് ഇതല്ല. നീ എൻ്റെ പാപം എനിക്ക് പുറത്തു തരുമെന്നാണ്. ഈ അടിമ പറയുന്ന വാക്ക് റബ്ബങ്ങ് കേട്ടുപോയി. അല്ലാഹു തആല ചോദിച്ചു, അല്ല മനുഷ്യ, നീ എന്താണ് എന്നെ കരുതിയത്? അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, തഗ്ഫിർലി, ഞാൻ എത്ര പാപിയാണെങ്കിലും നീ എനിക്ക് പുറത്തു തരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഇത് കേട്ടപ്പോഴേക്ക് അല്ലാഹു പറയും, ഖല്ലൂ സബീലഹു, ആ മനുഷ്യന്റെ വഴിയങ്ങ് വിട്ടുകൊടുക്കൂ, അയാൾ സ്വർഗത്തേക്ക് പോയിക്കോട്ടെ. നരകത്തിലേക്ക് പോകേണ്ടുന്ന മനുഷ്യനാണ്. പക്ഷേ അയാളുടെ മനസ്സിലുള്ള അള്ളാനെ കുറിച്ചുള്ള നല്ല ചിന്ത, ആ പ്രതീക്ഷ എന്ന വലിയ അമൽ, അതാണ് വഅദ് പറയുന്ന എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത്. റജബ് മാസം അതിനുള്ളതാണ്, ശഅബാൻ അതിനുള്ളതാണ്, റമളാൻ അതിനുള്ളതാണ്. എൻ്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടൂല എന്ന ചിന്തയോടെ നമുക്ക് ജീവിച്ച് അള്ളാന്റെ മുന്നിലെത്തിയിട്ട് രക്ഷപ്പെടാൻ കഴിയണം. അതിനർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നീ നൽകണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾ പങ്കെടുത്ത മുഴുവൻ സദസ്സുകളും ഇനി ഞങ്ങൾ പങ്കെടുക്കാനുള്ള സദസ്സുകളെല്ലാം നീ അതിന് കാരണമാക്കണേ അല്ലാ.